രാത്രിയിൽ അധ്യക്ഷനായിരിക്കുന്ന കഥാവിന്റെ ദാസൻ സാം പാസ്റ്റർ, ഒപ്പം ഈ സ്ഥലസഭയുടെ സുഷനായിരിക്കുന്ന ഈ പാസ്റ്റർ, കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും പ്രിയപ്പെട്ടവർക്ക് ഹൃദയമായ വന്ദനം അറിയിക്കാം. आज रात काल में अध्यक्ष के नाई संपास्टर इस कलीसिया के परमेश्वर के दास आए वो सारे भाई बहनों को परमेश्वर के नाम के वंदन करता हूं. വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. सुपरिचित एक परमेश्वर के वचन के और हमारा श्रद्धा को ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നമുക്ക് വായിക്കാം. लूक के शुभ समाचार 10वां अध्याय उसके 25 आयत तक हम पढ़ेंगे. നമുക്ക് കണ്ണുകളെ അടച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം പറയാൻ കൃപ ലഭിച്ചവരെല്ലാവരും സമയം ഈ ഹോളില് ശബ്ദമുയർത്തി സ്തോത്രം പറഞ്ഞ ദൈവത്തെ ആരാധിച്ചു. പറഞ്ഞതുപോലെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഞാൻ വചനമായിട്ട് അവരെ സൗഖ്യമാക്കും എന്നുള്ളത് ദൈവത്തിന്റെ ദൂതാണ്. എന്റെ വചനം വെറുതെ മടങ്ങി വരത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ പ്രോമിസ് ആണെങ്കിൽ വചനത്തിന് ചെയ്യാനുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ അതിനെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. मुंह खोलकर प्रार्थना मुंह खोलकर प्रार्थना സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. स्तुति बोलकर शुरुआत എല്ലാവരും അധരങ്ങൾ തുറന്ന് സ്തോത്രം പറഞ്ഞാൽ मुंह खोलकर स्तुति करें. സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം. നമ്മൾ സമയത്തിന്റെ കുറവ് മൂലം ഒരു വാക്യം മാത്രമേ വായിച്ചുള്ളൂ എങ്കിലും समय के कमी के कारण एक आयत पढ़ा फिर भी ലൂക്കോസിന്റെ സുവിശേഷം 9-10 അധ്യായങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് നിയോഗത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ദൗത്യത്തെ കുറിച്ചാണ്. हालेलुया. लूकोस के समाचार और 9 और 10 अध्याय के अंदर से हालेलुया कुछ कार्य के बारे में बताना जा रहा है. ലൂക്കോസിന്റെ സുവിശേഷം 9-10 അധ്യായങ്ങളിൽ കർത്താവ് സുവിശേഷത്തിന്റെ തീ അകത്ത് കത്തിച്ചുകൊണ്ട് 70 ചെറുപ്പക്കാരെ ഗ്രാമങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ്. लूक के समाचार 9 और 10 अध्याय में परमेश्वर ने आंख जलाकर कुछ लोगों को लेके अंदर भेजा. അവർക്ക് കിട്ടിയ സ്വീകരണം, അവർക്ക് കിട്ടിയ തിരസ്കരണം, ഒപ്പം അവർ സന്തോഷത്തോടെ മടങ്ങി വരുന്ന ഇങ്ങനെ ആവേശോജ്ജലമായ 2 അധ്യായങ്ങളാണ് ലൂക്കോസ് 9-10 അധ്യായങ്ങൾ. हालेलुया. उनको मिला हुआ अभिनंदन तिरस्कार ये सारे बात यहाँ पर लिखा हुआ है. എന്നാൽ അതിൽ നമ്മൾ വായിച്ചു തുടങ്ങിയത് 10-25 വാക്യമാണ്. हालेलुया. यहाँ पर हमने पढ़कर शुरुआत किया है 10 के 25 ഈ ദൗത്യത്തിന്റെ ഇടയിൽ വളരെ രസകരമെന്ന് പറയാൻ കഴിയുന്ന ഒരു സംഭാഷണം. इस जिम्मेदारी के बीच में बहुत खुशी की कुछ बात होता है. അപ്പോൾ കർത്താവിന്റെ അടുക്കൽ ഒരു ന്യായശാസ്ത്രി ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിത്യജീവനെ അവകാശിയായി തീരാൻ ഞാൻ എന്ത് ചെയ്യണം? हालेलुया. इसके बीच में एक न्यायशास्त्री आकर बोलता है कि अनंतकाल की जिंदगी प्राप्त करने के लिए मैं क्या करना है? പച്ച മലയാളത്തിൽ പറഞ്ഞ എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം കർത്താവ്, എത്ര ഉള്ളൂ? हालेलुया. सही रीति से बोला तो मुझे स्वर्ग में जाना है. അത് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ചോദ്യമാണ്. हालेलुया. सच में वो बताया तो एक बड़ा सवाल है. കാര്യം 70-80 വർഷം ജീവിക്കുന്ന ജീവിതത്തിന് ആവശ്യമായ നന്മയെ കുറിച്ചല്ല പറഞ്ഞത്, മരണത്തിന് അപ്പുറം ഒരു ജീവിതം. 70-80 साल जीने के बारे में नहीं है, मृत्यु के बाद जो होने वाला उसके बारे में बताया. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇത് ചോദിക്കാനും ഇതിന് ഉത്തരം പറയാനും തന്റെ ഇടമുള്ള ആരാണോ അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ ചെന്നുള്ളത്. हालेलुया. इसमें अद्भुत बात यही है कि इस सवाल करने के लिए कौन योग्य है? കാരണം ബാക്കിയുള്ളതെല്ലാം തരാൻ ഇവിടെ ആയിരങ്ങൾ കാണും, പക്ഷെ നിത്യജീവൻ തരാൻ യേശുവേ ഉള്ളൂ. बाकी सारी बात इस धरती में देने के लिए कोई ना कोई रहता है, लेकिन अनंत काल की जिंदगी देने के लिए परमेश्वर. ഈ ചോദിച്ചത് ആരെന്നുള്ളത് വളരെ രസകരമായ കാര്യം. देखो यहाँ पर हालेलुया खुशी की बात यही होती है कि ये सवाल किसने किया? സാധാരണക്കാരനല്ല, ന്യായശാസ്ത്രിയാണ്. एक साधारण व्यक्ति नहीं है, एक न्यायशास्त्री है. അതിനെ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന നോമിക്കസ് എന്ന പദമാണ് ന്യായശാസ്ത്രി കൊടുത്തിരിക്കുന്നത്. हालेलुया. ग्रीक में नोमिकस नाम पद दिया. നോമിക്കസ് എന്ന പദത്തിന്റെ അർത്ഥം ന്യായപ്രമാണം വള്ളിപുള്ളി വിസർഗം കൂടാതെ പഠിച്ച് ഗ്രഹിച്ച് പഠിപ്പിക്കുന്ന ആളെന്നാണ്. हालेलुया. नोमिकस नाम पद के अर्थ यही है कि न्याय प्रमाण को पूरी रीति से अच्छी रीति से पढ़ाई की. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പൊ പ്രസംഗം കഴിഞ്ഞ ശേഷം ഒരു മദ്യപാനി ദൂരെ നിന്ന് പ്രസംഗം കേൾക്കുവാന്ന് വെച്ചു. ഓപ്പൺ മീറ്റിംഗ് ആണ്. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓടി നിന്ന് ചോദിക്കുകയാണ്, എന്റെ പാസ്റ്ററെ പ്രസംഗമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ സ്വർഗ്ഗത്ത് പോകാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അർത്ഥമുണ്ട്.
हालेलुया। इस बात आपको समझने के लिए जल्दी एक उदाहरण बोलना चाहता हूँ कि एक दारू पिया हुआ व्यक्ति इस प्रचार सुनने के बाद में आकर स्वर्ग में जाने के लिए मैं क्या करूं, यही सवाल। പക്ഷെ 9 മണി വരെ ഞാൻ തകർത്തിട്ട് അങ്ങോട്ട് ചെന്നിട്ട് യുവാഷോട് ചോദിക്കുക, കാര്യം എനിക്ക് സ്വർഗത്ത് പോകണം, എന്താ മാർഗം എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? देखो 9 बजे तक प्रचार करने के बाद वहां पर जाकर पास्टर जी से मैं स्वर्ग में जाने के लिए क्या करना है ये सवाल किया तो कैसा रहेगा? പക്ഷെ നല്ല ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ പോലും ചോദ്യം കർത്താവിന്റെ അടുക്കലായതുകൊണ്ട് ഉത്തരം കിട്ടി. देखो अच्छा लक्ष्य के द्वारा नहीं तो भी सवाल परमेश्वर से पूछा इसलिए उत्तर भी मिला. അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു വലിയ ആശയം എന്താണെന്നറിയോ? देखो हमें इसके बारे में कुछ सोच हमारे दिल में आया. നല്ല ലക്ഷ്യത്തിലല്ല, കുടുക്കാനാണെങ്കിലും ചോദ്യം കർത്താവിന്റെ അടുക്കലായപ്പോ അതിന് കർത്താവ് ഉത്തരം പറഞ്ഞെങ്കിൽ നിർമ്മല മനസാക്ഷിയോടെ അപ്പച്ചന്റെ സന്നിധി വന്നിരുന്നാൽ 1000 ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ട് ഉത്തരം. देखो हालेलुया, सही दिल से नहीं तो भी तकलीफ देने के लिए पूछा, फिर भी परमेश्वर से बात किया है, फिर हालेलुया इसलिए सच्चाई दिल से परमेश्वर से बात करेगा तो परमेश्वर ने उत्तर देगा. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന സ്ഥലത്തിന്റെ ബലം നമ്മൾ അറിയണം. देखो यहाँ पर हम बैठा है उसका कीमत हम समझना है. ഒരു രൂപം വെച്ചിട്ടില്ല, यहाँ पर कोई रूप नहीं रखा, ഒരു പിക്ചറും നോക്കിയിട്ടില്ല, कोई भी पिक्चर नहीं रखा है. ഇവിടെ ആകെ ഞങ്ങളെ പോലെ സൗന്ദര്യമില്ലാത്ത കുറെ പേരേ ഉള്ളൂ. हालेलुया यहाँ पर खूबसूरत नहीं है ऐसा सारे लोग, എന്നാലും ഒരു സന്തോഷമില്ലേ? लेकिन खुशियां है. കാര്യം ഇവിടെ പൊട്ടാത്ത ഒരു കെട്ടുമില്ല, देखो यहाँ पर ना तोड़ने वाला कोई भी बंधन नहीं है, ഇവിടെ സൗഖ്യമാകാത്ത ഒരു രോഗമില്ല. यहाँ पर चंगाई नहीं होने वाला कोई भी बीमारी नहीं കാര്യം है. ഇത് ഉറങ്ങിയിരുന്ന് കേൾക്കേണ്ട സ്ഥലമല്ല, ഇത് ആസ്വദിക്കേണ്ട സ്ഥലമാണ്. हालेलुया यहाँ पर सोचकर सुनने वाला जगह नहीं है, ये खुशी से सुनने वाला जगह है. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? വേറെ അമ്പലപ്പറമ്പിലോ എവിടെയെങ്കിലും പോയാൽ കാണാമല്ലോ ഒക്കെ ഉണ്ട്, ഇവിടെ കാണാൻ ഒന്നുമില്ല. देखो मंदिर के आजू बाजू में गया तो वहां पर देखने कुछ न कुछ मिलता है, लेकिन यहाँ पर कुछ भी नहीं है. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആസ്വദിച്ചാൽ ഇത് സൂപ്പർ, ആസ്വദിച്ചില്ലെങ്കിൽ ഇതുപോലെ ബോറുള്ള ഒരു പരിപാടി. देखो आस्वादन करेगा तो बहुत खुशी की बात है, नहीं रहेगा तो बहुत बोर हो जाता है. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പഴയ കാലത്തിന് 1930കളില് ഈ പെന്തക്കോസുകാരെ കുറിച്ച് കൊടുമണ്ണുള്ള ഒരു നായർ മുതലാളി എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് ഞാൻ വായിച്ചു. देखो 1930 में केरला में एक व्यक्ति ने पेंतकोस्त कलीसिया वाला के बारे में लिखा हुआ एक बात मैंने पढ़ा है. എന്റെ പാടത്തും പറമ്പിലും ഒക്കെ എല്ലാരും പണിയെടുക്കുന്ന പോലെ പെന്തക്കോസുകാരും പണിയെടുക്കാം. देखो मेरे खेत के अंदर सभी लोग कार्य करता है, वैसा ही मेरे खेत में भी पेंतकोस्त वाला कार्य करता है. എന്നെ അവർ അത്ഭുതപ്പെടുത്തിയെന്നാന്ന് ചോദിച്ചാൽ എത്ര ക്ഷീണിച്ചാണെങ്കിലും അവിടെ യോഗം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ പശുക്കിടാവിനെ പോലെ ചാടിയാ വരുന്നത്. हालेलुया उन्होंने ऐसा लिखा है कि कितना थकावट जीवन में होने दो, नौकरी होने के बाद वापस आते समय एकदम खुद मार के आ जाता है. കാരണം ഓലമേഞ്ഞ കെട്ടിടമാണെങ്കിലും ചാണകം മെഴുകിയ തറയാണെങ്കിലും അകത്ത് കടന്നു വരുമ്പോൾ അനുഭവിച്ച ദൈവ സാന്നിധ്യം വലുതാണ്. हालेलुया एकदम छोटे से छोटे हालेलुया हालेलुया उसके अंदर रहता तो भी आते समय जो खुशी दिल में अनुभव करता वो बड़ा. ഉപവാസ പ്രാർത്ഥനയുടെ 2ാം രാത്രിയിൽ നിങ്ങൾ വന്നത് ഏത് പ്രശ്നത്തിലാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ സകല പ്രശ്നങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ സ്ഥലം. हालेलुया आप लोगों को बहुत समस्या के साथ यहाँ पर आया ये हमें मालूम नहीं है, लेकिन ये उत्तर करने के लिए अच्छा जगह पर आप लोग आए. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. हालेलुया प्रियो परमेश्वर के सन्निधि खुशी आनंद बनाने के सन्निधि. നമ്മുടെ ചർച്ചയിൽ ഒരു പുതിയൊരു കുടുംബം വന്നു, ഒരു വ്യക്തി വന്നു, ഒരാൾ മാത്രം വിശ്വാസത്തിലേക്ക് വന്നു. हालेलुया देखो परमेश्वर के दास के कलीसिया में एक नया व्यक्ति आया. അപ്പം ഇയാൾക്ക് ഭയങ്കര എതിരാണ് ഭാര്യയും കുഞ്ഞുങ്ങളും. हालेलुया उनके घर के लोग उनके विरुद्ध ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി പോയാ. हालेलुया उपवास प्रार्थना के लिए उनको बुलाने के लिए गया. വാഹനം പുറത്തിട്ട് ഇദ്ദേഹത്തെ ഞാൻ വെയിറ്റ് ചെയ്യാം. हालेलुया गाड़ी पीछे बाहर रखे उनके लिए वो रुक रहा है. ഇദ്ദേഹം വരുന്നത് എങ്ങനെയാ മാർഗത്തില്ല, നെഞ്ചത്തോട്ട് ബൈബിൾ വെച്ചിട്ട് ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്നത്. हाँ उन्होंने हालेलुया छाती के साथ बाइबल रखकर हंस के आ रहा है. അപ്പൊ തൊട്ടപ്പുറത്ത് ഭാര്യ നിന്ന് നല്ല അസഭ്യം പിടിക്കും. हालेलुया बाजू में उसके पत्नी एकदम गाली दे रहा है. പിള്ളേര് നിന്ന് പ്രാഗാണ്. हालेलुया बच्चे लोग भी ऐसे ही बोल रहा है. ഈ മനുഷ്യൻ ചിരിച്ചോണ്ട് വന്നു വണ്ടിക്കത്. हालेलुया हंसकर आकर गाड़ी पे आया. എന്റെ കാര്യം ഞാൻ പറയാം, ഞാൻ വിറച്ചു. हाँ परमेश्वर के दास को डरा. എന്നെ അവർ ഒന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് പേടി. हाँ उन्होंने परमेश्वर के दास को कुछ बोला नहीं, लेकिन डर വണ്ടി है. ഓടിച്ച് മുമ്പോട്ട് പോകുമ്പോഴേ गाड़ी ड्राइव कर आगे जाते ഒരു समय 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭയങ്കര പ്രശ്നമല്ലേ വീട്ടില്? 2 मिनट के बाद श्वास सही आने के बाद उनको सवाल किए कि घर में बहुत प्रश्न है. എന്നോട് പറയുന്ന പാസ്റ്റർ പ്രശ്നമാണോ? അയ്യോ, ഭാര്യ മിണ്ടത്തില്ല, പിള്ളേര് മിണ്ടത്തില്ല, 3 വർഷമായി മര്യാദയ്ക്ക് ഒരു ആഹാരം തന്നില്ല. हालेलुया उन्होंने बोलने लगा प्रश्न बहुत बड़ा प्रश्न है, बीवी बात नहीं करता है, बच्चे भी बात नहीं करता है, खाना नहीं 30 साल हो गए नहीं मिल रहा है. ഇത് ഗൾഫിലായിരുന്നു, അവിടെ വിശ്വാസം തന്നെ. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറഞ്ഞു ഇത്രയ്ക്കൊക്കെ പ്രശ്നമാണെങ്കിൽ തൽക്കാലം വീട്ടിലേക്ക് ഇരിക്കും, എല്ലാവരും കൂടെ രക്ഷിക്കപ്പെട്ടിട്ട് നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞ് വരാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഞാൻ മറക്കത്തില്ല. എന്നാ പറച്ചില്ല പാസ്റ്റർ. हालेलुया। आखिरी में परमेश्वर के दास उनको बोलने लगा, बहुत बड़ा प्रश्न रहेगा तो घर पे ही बैठो, आने की जरूरत नहीं। उस समय उन्होंने एक उत्तर दिया, उनके जीवन में कभी नहीं भूलता। എന്നോട് പറയാണ് എന്തോ പറച്ചില്ല പാസ്റ്ററെ പറഞ്ഞേ. उन्होंने यही सवाल किया, पास्टर जी आपने क्या बता रहा है? ഭാര്യ ആഹാരം തന്നില്ലേലും പിള്ളേര് മിണ്ടിയില്ലേലും നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് കൈയടിച്ച് ആരാധിക്കുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. देखो पत्नी खाना नहीं दिया तो बच्चे लोग बात नहीं किया तो आपके बीच में आने के बाद ताली बजाकर वो खुशी जो बनाते वो देखते हैं। വീട്ടിലിരുന്നാ എനിക്ക് കിട്ടുമോ? वो घर पे बैठेगा तो मुझे मिलेगा क्या? എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധി കടന്നു വന്നിട്ട് ആസ്വദിച്ച് ഇതിനകത്തിരിക്കണം. ओ प्रियो, परमेश्वर के सन्निधि में आने के बाद खुशी ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ കർത്താവിനെ ആസ്വദിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ वचन बोलते समय में परमेश्वर को കരമടിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച് അതര തുറക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷയിൽ പറയാൻ കഴിയുമെങ്കിൽ അന്യഭാഷയിൽ ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശമാണ്. देखो कुछ अलग बात आज रात को आपको बताना चाहता हूं। നമ്മൾ ഈ ആസ്വദിച്ച കർത്താവിനെ നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? देखो हमें आस्वादन किया हुआ उस परमेश्वर को किसी के सामने कैसे प्रकट അതാണ് ഞാൻ ഈ 9-10 അധ്യായങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞു. इसलिए इस 9 अध्याय 7 में കർത്താവ് 70 പേരെ പറഞ്ഞു വിടുക. देखो एक परमेश्वर ने 70 लोगों को भेजा। 70 പേരെ രണ്ടായിട്ട് തിരിച്ചു. 70 लोगों को दो भाग किया है। 35 ടീമുണ്ട്. हालेलुया। 35 टीम है। ഒരു ടീമിനകത്ത് 2 പേരുണ്ട്. एक टीम में 2 लोग हैं। എന്നിട്ട് കർത്താവോട് പറഞ്ഞ വാക്കാണ്, देखो उसके बाद में परमेश्वर ने അതിന്റെ बोला, 3-ാം വാക്യം നിങ്ങൾ എല്ലാവരും നോക്കണം. हालेलुया। उसके 10 के तीसरी आयत देखना। ആദ്യത്തെ വാചകം പോകുവീൻ എന്ന് പറഞ്ഞാൽ हालेलुया। पहले आयत ऐसे लिखा है, जाओ कर बोला। എന്റെ പറച്ചിലെ ആ വാചകം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. പോകുവീൻ എന്ന് പറഞ്ഞാൽ वो सुनने से बहुत उत्साह होता है, जाओ कर बोला। അപ്പൊ പോകുവീൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശം വരും. देखो जाओ कर बोलते समय तो उत्साह आता പക്ഷെ है। അടുത്ത വാചകം നിങ്ങൾ നോക്കി, आगे के पद तेरे देखो, ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ മലയാളമാണോ എന്താകട്ടെ, നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കാം. 13-ാം വാക്യം. इसके तीसरी आयत मिलकर पढ़े। ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. हालेलुया। ഒന്ന് വായിച്ചേ. ചെന്നായ്ക്കളുടെ നടുവിൽ പോകുവിൻ എന്നുള്ളത് ആവേശമുണ്ടെങ്കിൽ ഇത് അത്ര ആവേശമുള്ള സംഭവം. देखो जाओ कर जो बोला है, लेकिन ये बात हमको खुशी दिलाता है क्या? നമുക്ക് इष्टമുള്ള സമയം പ്രവാചക തലയുടെ കൈവച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കുക, താമ്രവാദികളെ തകർക്കുക, ചന്തങ്ങൾ കയറിയാൽ മതി, എല്ലാം ഓക്കെയാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. एक भविष्यता आकर हमारे हालेलुया कुछ आलोचना बोलते समय हमारे जीवन में बहुत खुशी आ जाती है। പച്ചക്ക് എഴുതി വെച്ചത് हालेलुया। हाँ पर ऐसे लिख के रखा है, പറഞ്ഞു വിടുന്നത് ചെന്നായുടെ നടുവിലോട്ട്. हालेलुया। जो बेच रहा है वो भेड़ियों के बीच में बेचता है। ചെന്നായുടെ നടുവിലോട്ട് ഒരു പുലിയായിട്ട് വിടുന്നതെന്ന് പറഞ്ഞു നമ്മൾ. हालेलुया। एक भेड़ियों के बीच में एक चीते के समान हमें भेजा बोला तो അങ്ങനെ എഴുതി വെച്ച ചെന്നായുടെ നടുവിലോട്ട് ചെന്നായുടെ വായി പോലും കൊള്ളാനില്ലാത്ത കുഞ്ഞാടായിട്ടാണ്. हालेलुया। एक मेढ़ू के सामने एक भेड़ी के समान हमें भेज रहा है। പിന്നെ എന്നാ ധൈര്യത്തിലായി പോകുന്നത്? हालेलुया। क्या करने के लिए जा रहा है? ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. वो एक उदाहरण बताएंगे। ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇരിപ്പുണ്ട്. यहाँ पर बच्चे लोग बैठा है। അപ്പം കൊച്ചിനോട് ചോദിക്കാം, അവൾക്ക് കറങ്ങാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പിള്ളേരല്ലേ എല്ലായിടത്തും പോകാൻ ഇഷ്ടമാണ്. बच्चों को घूमने के लिए इच्छा है कि കേരളത്തിൽ പോകാൻ ഇഷ്ടമാണോ? അവൾ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്. हाँ केरला में जाने के लिए पसंद है। അപ്പൊ നാളെ രാവിലെ നിങ്ങളൊരു ബാഗിനകത്തോട്ട് ഒരു 15,000 രൂപ എടുത്തു വെച്ച് ഒരു സ്നാക്സും കൂട്ടിയിട്ട് കൊച്ചിനെ അങ്ങ് പറഞ്ഞു വിടും. അവള് പോവോ? हालेलुया। कल सवेरे के 15,000 रुपए बैग में रह के स्नैक्स वगैरह दे के भेजेगा तो जाएंगे। അവള് മുഖത്തോട് നോക്കി നിൽക്കാനല്ല. वो चेहरे पर दे के खड़े रहेंगे। പക്ഷെ അതിന്റെ അപ്പനും അമ്മയും എന്നെ കയ്യെ പിടിച്ചോണ്ട് പോയാ. हालेलुया। उनके माँ बाप उसका हाथ पकड़ कर गए। അത് എവിടെ പോകുന്നതെന്ന് പോലും ചോദിക്കുന്നു. वो किधर जा रहा है यही सवाल है। നമ്മുടെ ഏറ്റവും വലിയ ബലം പ്രതിസന്ധി ഇല്ലാത്തതല്ല, നമുക്കൊരു അപ്പനുണ്ടെന്നുള്ളത്. हालेलुया। देखो हमारा बहुत बड़ा बल यही है कि प्रतिकूल नहीं, ये नहीं है, पर हमारा पिता हमारे साथ में है। കഴിഞ്ഞ ദിവസം ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് തന്നെ ആവേശം തോന്നി. സെക്കുലർ പ്രഭാഷകൻ വ്യത്യസ്ത പ്രസംഗിക്കുകയാണ്. हालेलुया। पिछले दिनों में एक हालेलुया प्रचार सुनने से दिल में परमेश्वर के दास को कुछ ही आ गया। നമ്മുടെ ലോകത്തിൽ 4000-ലധികം മതങ്ങളുണ്ട്. हालेलुया। दुनिया में 4000 की अधिक जाति है। വ്യത്യസ്തമായ മനുഷ്യൻ പറയണേ, ക്രിസ്ത്യാനിക്ക് മാത്രം ഒരു പ്രത്യേകതയാണ് അവന്റെ ദൈവത്തെ അവനെ അപ്പാ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം. हालेलुया। इस व्यक्ति ने बोल रहा है कि क्रिस्टियानी को एक अलगदाई है, उनका परमेश्वर को अपा कर पप्पा करके बोलता है। നിങ്ങൾക്ക് അതിന്റെ गौरव മനസ്സിലായെന്ന് എനിക്കറിയില്ല. आप लोग उसके गौरव समझ में आया मालूम नहीं है। ഒരു ചെറുപ്പക്കാരന്റെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവാ. हालेलुया। पीएमपी के बच्चे लोग बहुत प्रतिकूल अवस्था में जा। ഞാൻ അവനെ കാണാൻ വേണ്ടി പോവാണ്. हालेलुया। एक दिन उनको देखने के लिए जा रहे हैं। പോകുന്ന വഴിയിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇവനെ എങ്ങനെ സമാധാനിപ്പിക്കും. हालेलुया। जाते समय ये सोच करके उसको समाधान कैसे देंगे। അപ്പം ഈ സിറ്റോട്ടോട് വന്നതും ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഇവൻ ഓടി വിടുവോ അച്ചാച്ചാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. हालेलुया। उस दिन में आके मुझे देखने से अच्छा बोल कर एकदम
पकड़ने आ गया। അപ്പൊ മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചു പോയി, മിനിറ്റുകൾ കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർ ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടുന്നേ. हालेलुया, कुछ समय होने के बाद में भी उनके तकलीफ के बारे में वो बता रहा है। അപ്പൊ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ടെൻഷൻ ഒന്നുമില്ലേ? एक आधा घंटे के बाद उसको सवाल किए कि कोई टेंशन नहीं। അപ്പൊ ഇവനോട് പറയണം, എന്നാ ടെൻഷനാ അച്ഛാ, അപ്പാന്ന് വിളിക്കാൻ ഒരു ദൈവവും हालेलुया, क्या टेंशन है चाचा? हालेलुया, अप्पा बोलने के लिए एक पिता है। കയ്യെ പിടിക്കാൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ हालेलुया, हाथ पकड़ने के लिए परमेश्वर देगा। ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? टेंशन नहीं लेना है। ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഒരു എംസി റോഡിന്റെ സൈഡിലാണ്. परमेश्वर के दास एक एमसी रोड के साइड में रहता है। ഒരു വൈകിട്ട് 4 മണി 5 മണി ആകുമ്പോഴത്തേന് ഇവിടെ സത്യം സുരക്ഷിതമാണ്. 4-5 മണിയൊക്കെ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ കുറെ കുടിയന്മാരെ തൊഴിൽ പോകുന്നതാണ്. हालेलुया, यहाँ पर बहुत अच्छा में रह सकता है। वहाँ पर दारू पीकर लोग 4-5 बजे के बाद रोड में उतरता है। പിന്നെ ഒരു ബോധമില്ലാത്തവരാണ് വണ്ടി ഓടിക്കുന്നത്. हालेलुया, ड्राइविंग एकदम खराब रीति में करता है। പിന്നെ ഇവിടുത്തെ പട്ടികളെ എനിക്ക് മനസ്സിലാക്കിയത് സമാധാന ഞങ്ങളവിടെ ഗേറ്റ് തുറക്കുമ്പോൾ 10 എണ്ണാണ് വായും തുറന്നുകൊണ്ടിങ്ങനെ നിൽക്കുന്നത്. यहाँ पर जो कुत्ता को देख के परमेश्वर के दास को अद्भुत लगा कि एकदम शांत है। മുറുപടി ഇല്ലാതെ റോഡ് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. वहाँ पर लाठी ना देते हुए रोड में नहीं जान എന്റെ सकता। കൊച്ചിനെ ഈ സാധനം എല്ലാം പേടിയാണ്. हाँ, परमेश्वर के दास को बच्चों को सभी उनको डरता അപ്പൊ है। ഞാൻ പറയും പഞ്ചസാര മേടിച്ചോണ്ട് പോവാ, മോളെ പാല് മേടിച്ചോണ്ട് പോവാ, ഇതൊക്കെ പറയുമ്പോൾ എന്നോട് പറയാം, എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ. കാരണം ഈ സാധനം എല്ലാം കൂടെ റോഡ് നിൽക്കുവാണ്. हालेलुया, बच्चों को दुकान से कुछ खरीद कर लाओ कर बोलते समय वो बोलेंगे कि पापा मुझे नहीं होता है जानवर का। എന്നോട് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, രാത്രി 12 മണി ആയാലും ഞാൻ എവിടെങ്കിലും പോകുന്നെങ്കിൽ ഒരു വരവുണ്ട്. हालेलुया, एक बात परमेश्वर के दास को समझ में आया, रात को 12 बजे रहेगा तो भी उन्होंने कहा भी गए तो वो दौड़ कर आ जाता। ചിരിച്ചോണ്ട് വന്നിട്ട് എന്റെ കയ്യെ കയറി ഞാനും വരുന്നു. हालेलुया, हंसकर मेरा हाथ में परमेश्वर के दास का हाथ में पकड़ ഞാൻ എന്റെ के കൊച്ചിന്റെ കയ്യെ പിടിച്ചു കൊടുക്കുമ്പോഴേ ഇവിടെ നെഞ്ചും പിരിച്ചു നടക്കും. हाँ, उनके हाथ में पकड़ के जाते थे एकदम गर्व से जाता അപ്പൊ है। നിങ്ങൾ അവരോട് ചോദിക്കുക, ഇപ്പൊ എന്നാ ഈ ധൈര്യം വന്നേ? हाँ, तभी उनको सवाल करेगा तो अभी किधर से धैर्य അതുപോലെ आता है? സ്ഥലം സുരക്ഷിതമല്ലെന്ന് അറിയാം, പക്ഷെ കയ്യെ പിടിച്ചത് അപ്പനാ. जगह सुरक्षित नहीं है करके मालूम है, लेकिन हाथ पकड़ा मेरा पापा है। കർത്താവ് ദാസനോട് പറഞ്ഞ പോലെ പൂനെയും സ്ഥലവും ഒന്നും സുരക്ഷിതമല്ല. देखो परमेश्वर के दास ने जैसा बताया वैसा पूना हालेलुया सुरक्षित नहीं പക്ഷെ है। അതുകൊണ്ട് തലകുറിച്ചിരിക്കേണ്ട കാര്യമില്ല, കയ്യെ പിടിക്കാൻ ഒരപ്പനുണ്ടെന്നുള്ളത്. हालेलुया, इसलिए सर झुका बैठने की जरूरत नहीं है, हाथ पकड़ने के लिए परमेश्वर है। വേറെ ആരെയും നമ്മൾ വിശ്വസിക്കണ്ട, നമ്മുടെ അപ്പനെ നമ്മൾ വിശ്വസിക്കണം. हालेलुया, और किसी को विश्वास मत रखो, लेकिन परमेश्वर को विश्वास രാവിലെ നമ്മൾ ചിന്തിച്ചതുപോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം അതാ. ये देखो आज सवेरे जैसा चिंतन किया वैसा ही हमारा धैर्य ही है। പൗലോസ് പറഞ്ഞ വാചകങ്ങളോട് ചേർന്ന് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപഗതി ആ ദിവസം വരെ കാക്കാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. हालेलुया, पौलुस ने जैसा कहा है, मैं किस पर विश्वास रखा है, आखिरी तक मुझे संभालने के लिए और सुरक्षित है करके विश्वास ഞാൻ ഈ പ്രാവശ്യം US ചെന്നപ്പോൾ ഒരു മീറ്റിംഗിൽ, അതായത് വെള്ളി രാവിലെയും വൈകിട്ട്, ശനി രാവിലെയും വൈകിട്ട്, ഞായറാഴ്ച ഈ 5 സെക്ഷനിൽ മീറ്റിംഗ് ആണ്. അപ്പൊ മുമ്പിൽ ഒരു അച്ഛൻ വന്നിരിക്കും. സത്യം പറഞ്ഞാൽ ഈ പുള്ളിയുടെ പ്രത്യേകത എന്താ പറയുക, പാട്ട് പാടുമ്പോൾ ഡിസ്കോ കളിക്കുന്ന പോലെ. हालेलुया, परमेश्वर के दास ने यूएस में हालेलुया प्रचार के लिए जाते समय वहां पर प्रचार के समय एक भाई ने वहां पर आकर बैठा है। പ്രസംഗിക്കുന്നവർക്ക് ഭയങ്കര അരോചകത്വം തോന്നും. കാര്യം പ്രസംഗിക്കും വേറെ ആരും പ്രസംഗിക്കാൻ സമ്മതിക്കില്ല. കൈ ആട്ടിച്ച് അതൊന്നും അട്ടിയാന്ന് പറയും. हालेलुया, ഇടിമുഴക്കുന്ന പോലെ കൈ. प्रचार करते समय वो एकदम जोर से ताली बजाकर वो गाना गाता है। അപ്പൊ എനിക്കും പുള്ളിയോട് ഒരു നീരസം തോന്നി. ഞാൻ ചിന്തിച്ചു, പുള്ളിക്ക് മര്യാദയ്ക്ക് ഇരുന്നാൽ അങ്ങോട്ട് പ്രസംഗം കേട്ടേ. हालेलुया, എനിക്ക് തോന്നി മനസ്സിൽ. परमेश्वर के दास के दिल में ऐसे आए कि ये ऐसे ही शांत बैठने से क्या तकलीफ പക്ഷെ होगा। ഇദ്ദേഹത്തിന്റെ അനുഭവം കേട്ടപ്പോൾ ഒരു 50 പ്രാവശ്യമെങ്കിലും കർത്താവിനോട് ക്ഷമ ചോദിച്ചു. കർത്താവെ, ചിന്തിച്ചു പോയത് ഇപ്പോൾ ക്ഷമിക്കണേ. हालेलुया, उनके अनुभव सुनने से परमेश्वर से माफी मांगने लगा। 50 बार परमेश्वर से ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. हालेलुया, उनके घर पर उनको लेकर गया। ഇദ്ദേഹം ഭാര്യ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുകയാണ്. उन्होंने उनका पत्नी आजू बाजू में बैठा। ഞാൻ എതിർവശത്തിരിക്കുകയാണ്. हालेलुया, परमेश्वर के दास इधर എന്നോട് പറഞ്ഞു, പാസ്റ്റർ ലിവർ ക്യാൻസർ ആയിരുന്നു, 4th സ്റ്റേജ് പിന്നിട്ടതാ, ദൈവം എന്നെ സൗഖ്യമാക്കിയത്. हालेलुया, उन्होंने बोलने लगा लिवर कैंसर था, 4th हालेलुया स्टेज आगे पहुंच गया था, लेकिन परमेश्वर मुझे छुड़ाया। ഭാര്യ ബാക്കി കഥ പറയാണ്. हालेलुया, पत्नी ने आगे के चरित्र बोल रहा है। എന്റെ ചർച്ച എന്ന് പറഞ്ഞ വലിയ ചർച്ചാണ്. हालेलुया, मेरा कलीसिया बहुत बड़ा है। 150 പേര് ആ ചർച്ചിലുണ്ട്. 100-150 लोग कलीसिया में हैं। അച്ഛൻ ഈ വിനോദ അദ്ദേഹത്തിന്റെ പേര് ചർച്ചിന്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്നതാണ്. हालेलुया, कलीसिया के सारे काम के लिए वो दौड़ के जाता था। ക്യാൻസർ ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേന് ചർച്ച ഷോക്കായി. അവരെല്ലാവരും കൂടെ മുട്ടും വരുന്നു, ചുറ്റും നിന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും. कैंसर आया कर सोचते समय सभी लोग एकदम शोक में हो गए, घुटने टेकर कलीसिया मिलकर प्रार्थना करने लगा। പ്രശ്നം എന്താ പറയുക, ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടു ഈ പുള്ളി മരിക്കുന്നുമില്ല, രക്ഷപ്പെടുന്നു. हालेलुया, लेकिन एक ही प्रश्न है कि बहुत दिन आगे चले गया, ये व्यक्ति मरता भी नहीं है, हालेलुया, चंगाई भी नहीं പക്ഷെ है। 150 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്ത് പതുക്കെ 120 70 20 പിന്നെ ഒരെണ്ണമില്ല. हालेलुया, 150 लोग मिलकर प्रार्थना करने वाला जगह पे लोग कम होते അവസാനം ആ ആന്റി പറഞ്ഞൊരു ദുഃഖകരമായ കാര്യം, ഞങ്ങളുടെ കൂടെ ശാപ്പടടിക്കാൻ വേണ്ടി
എല്ലാ ആഴ്ചയും വരുന്ന 2 കുടുംബങ്ങളുണ്ട് പാസ്റ്ററേ, അവര് പോലും ഞങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അവിടെ കുഴപ്പമില്ല, രാത്രി ഡ്യൂട്ടി ചെയ്ത് വന്ന് ഇറങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് സീരിയസ് ആവുന്ന വിളിക്കാൻ വരും. പല ദിവസം ആയപ്പോഴത്തേന് അവരും വേണം. हालेलुया। उन बंदी ने एक अनुभव ऐसे ही बोला, दुख से उन्होंने एक अनुभव बोला। हालेलुया। हमारे घर पे खाना खाने वाला 1-2 परिवार था, वो भी आखिरी में हमारा नंबर बोला। ചർച്ചിന്റെ പാസ്റ്റർ വന്നിട്ട് ഈ ആന്റിയോട് പറഞ്ഞു, ഈ സഹോദരിയോട് പറഞ്ഞു, ഇനി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കില്ല, ഇനി പോട്ട്. हालेलुया। आखिर में उस कलीसिया के पादरी साहब ने आकर उनको बोलने, पत्नी से बोलने लगा, अभी प्रार्थना मत करो, हो जाने दो। സിസ്റ്ററിനോട് പറയാം, ഞങ്ങളുടെ പാസ്റ്റർക്ക് അത് പറയാം, പക്ഷെ പറക്കാൻ പറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെ? ओ बहन जी ने ऐसा बोलने लगा, पास्टर जी को ऐसा बोल सकता है, लेकिन एकदम छोटे 2 बच्चे हैं मेरे। എനിക്കൊരു കാര്യം മനസ്സിലായി, പാസ്റ്റർ എന്റെ കൂടെ ഇല്ല, ഒറ്റ വിശ്വാസം എന്റെ കൂടെ ഇല്ല. എനിക്കൊരു വിശ്വാസം, എന്നെ വിളിച്ച എന്റെ അപ്പൻ എന്നെ കൈവിടത്തില്ലെന്നുള്ള വിശ്വാസം. हालेलुया। उन्होंने बोलने लगा, पास्टर को ऐसा बोल सकता है, कोई भी मेरे साथ में नहीं, लेकिन मुझे ये विश्वास है, मुझे बोला वो परमेश्वर मेरे साथ में है। 4 ദിവസമായി നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്ക് നിന്നുകൊണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ കർത്താവാണ് എന്നെ വിളിച്ചതെങ്കിൽ എന്റെ ഭർത്താവിന് സൗഖ്യം കൊടുക്കുമെന്ന് എനിക്ക് വിശ്വാസം. हालेलुया। 4 दिन से बदबू लगाने वाला लाजर के कब्रिस्तान के सामने लेकर बुला हुआ उस परमेश्वर मेरे साथ में है। കരയാൻ തുടങ്ങി. അപ്പൊ സഹോദരൻ പൊട്ടിക്കരഞ്ഞോണ്ട് പറയാണ്, എന്റെ ഭാര്യയുടെ കണ്ണീര് കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്, ഞാൻ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ, ഞാൻ കൈയടിക്കാതിരിക്കാൻ പറ്റുമോ? हालेलुया। उस समय घुटने टेकर प्रार्थना करते समय उन्होंने बोलने लगा, मेरा पत्नी के प्रार्थना के कारण इस व्यक्ति में मेरे कहता है, ऐसा स्तुति हालेलुया नहीं करूंगा। ഉപവാസ പ്രാർത്ഥനയുടെ 2ാം രാത്രി പലരും കൈവിട്ടപ്പോൾ അപ്പൻ കൈവിടാതെ ചേർത്ത് പിടിച്ച ഒരനുഭവമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗിൽ കടന്നു വന്നിട്ട് മൗനമായിരിക്കാതെ അചരം തുറന്ന് അല്പസമയം കരമടിച്ച് ദൈവത്തിന് ആരാധിച്ചാൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച് ആരെങ്കിലും ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഒരുമിച്ച് ചെന്നായുടെ നടുവിൽ കുഞ്ഞാടായിട്ട് വിടുന്നു എന്ന് പറയുന്നതിനകത്ത് ധൈര്യം കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. भेड़ों के बीच में भेड़ी के समान जो बेचता है, उसके मतलब है कि परमेश्वर साथ में है। എന്നിട്ട് ഇവര് പറഞ്ഞു വിട്ടപ്പോ ഇവരിങ്ങനെ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് നിൽക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ എന്താ പറയുന്നേ, എന്നാ ചെയ്യേണ്ടത്? ഞാനേ ഈ ദൂത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയപ്പോ हालेलुया। ये बेचते समय परमेश्वर के चेहरे के ऊपर हालेलुया मुंह देखकर उन्हें बोलने लगा, हालेलुया मैं क्या बताऊं। ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കർത്താവേ, ഇവിടെ ഇരിക്കുന്നവന്റെ കൊച്ചു കുഞ്ഞുൾപ്പെടെ हालेलुया। परमेश्वर के दास ने एक सवाल ऐसा किया कि हमारा बेटा वो छोटे बच्चे, ഏറ്റവും പ്രായമുള്ളവർക്ക് വരെ हालेलुया, सबसे गुजर वाले लोग से ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നെ കൊണ്ട് പറയിക്കാം. हालेलुया, जो करने के लिए होता वही बात കർത്താവ് പറഞ്ഞു, ലളിതമായ 3 കാര്യം പറയാൻ. അതാണ് പറയാൻ പോകുന്നത്. हालेलुया। ललित रीति से 3 बात आपको बताना ഇത് चाहता हूं। നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് കഴിയുമ്പോൾ പറഞ്ഞേക്കണം, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി അല്ല. ये करने से नहीं हो गए तो ये समाप्त होने के बाद बोलना ये हमारे से नहीं होगा। ചെയ്യാൻ പറ്റുമെന്നൊരു കൺവിഷൻ അകത്ത് കയറിയാൽ, लेकिन करने के लिए होता है ये विचार तुम्हारे दिल में आया तो നിങ്ങളെ ഇത് കേൾപ്പിക്കാൻ ഇവിടെ കൊണ്ടുവന്നു. हालेलुया, तुम्हें ये सुनने के लिए हाँ लेके आया। എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവിന്റെ മുഖത്തോട് നോക്കിയപ്പോ 10:5 കർത്താവ് പറഞ്ഞു, ലളിതമായ കാര്യം, ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ മുഖത്ത് നോക്കി പറഞ്ഞേക്കണം, യേശു നിങ്ങൾക്ക് സമാധാനം തരും. हालेलुया। 10 के 5वां आयत, हालेलुया, कोई भी घर में तुम गया तो चेहरे पे देख के बोलना, परमेश्वर तुम्हारे जीवन में समाधान। ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് പറയും. कोई भी घर पे जाओ, उस घर में जाकर आपका समाधान यही बोलना। അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, യേശു ഉള്ളവരേ ഉള്ളൂ സമാധാനം. हालेलुया, उसका मतलब है ये यीशु जीवन में है तो उनके जीवन में समाधान। നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തിരുന്ന് സ്വസ്ഥമായി ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ചിന്തിച്ചോണം, കൈക്കരുത്തുകൊണ്ടല്ല, യേശു ഉള്ളിൽ വന്നതുകൊണ്ട്. हालेलुया। टेंशन जीवन में रहेगा तो स्वस्थता के साथ ही हम पर आराधना करना, तो यही विचार करना, परमेश्वर तुम्हारे साथ में इसमें। മെസ്സേജ് ഒക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് പലരും എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. कई बार मैसेज यूट्यूब में देख के परमेश्वर के दास को സഹോദരനെ ഫോണിൽ വിളിക്കാം. कुछ लोग फोन पर बात करते എന്നെ हैं। വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. हालेलुया। एक भाई ने फोन करके बोला, पास्टर जी मुझे प्रार्थना ഞാൻ करें। മൊബൈലിൽ കൂടെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പറഞ്ഞു, മൊബൈലിൽ കൂടെ ഒന്നും പ്രാർത്ഥിക്കണ്ട, എനിക്ക് വേണ്ടി നേരിട്ട് പറ. मोबाइल में प्रार्थना करने के लिए शुरुआत किया, उस समय उन्होंने बोलने लगा डायरेक्ट आकर। അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ വീട്? हाँ, उन्होंने सवाल किया, कहाँ है तुम्हारा घर? കുണ്ട്രയിലാണ്. केरला में कुंडरा नामक जगह में। അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ദിവസമായി കൊല്ലത്ത് പോകുന്നുണ്ട്, അപ്പൊ ഞാൻ വിളിക്കാം. हाँ, उन्होंने बोलने लगा कि आगे के दिन में उसके आगे एक जगह पे जाने वाला हूँ, उस समय बहुत കൊട്ടാരക്കര
വണ്ടി വിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഇതേ വിളിച്ചു. हालेलुया उस दिन गाड़ी चलाकर जाते समय उनको फोन किया. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല, ഈ കുണ്ട്ര ആറുമുറിക്കട നമ്മുടെ സ്ഥലമുണ്ട്. ആ ജംഗ്ഷനിൽ ഞാൻ വണ്ടി സൈഡിൽ നിർത്തുമ്പോൾ ഒരു പജീറോ കാറിലാണ് നമ്മുടെ. हालेलुया उस समय याद आता है कि हालेलुया उनके घर के करीब जाते समय एक बड़ा गाड़ी में उन्होंने आकर उधर से उतरा. നല്ല കതർ മുണ്ടും കതർ ഷർട്ടും ഇട്ട ഒരു സുമുഖനായ മനുഷ്യൻ, एकदम सुंदर व्यक्ति, एकदम अच्छा कपड़ा पहन के वहां पर आ गया. എനിക്കൊന്ന് ഇറങ്ങി വരുമ്പോ ഒന്ന് ചിരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. हाँ परमेश्वर के दास ऐसा लगता है उतरते समय थोड़ा मुस्कुराहट उनके चेहरे पर. പക്ഷെ എന്റെ മുമ്പിൽ വന്നു നിന്നിട്ടില്ല, പിള്ളേര് കരയുന്ന ഒരു മനുഷ്യക്കാരെ. हालेलुया लेकिन वो परमेश्वर के दास के सामने आके बच्चे लोग जैसा रोता है ऐसा रोने लगा. കരയുന്നതിനിടെ ഞാൻ 2-3 പ്രാവശ്യം എടുത്തിട്ട് ചോദിച്ചു, കരയാതെ കാര്യം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. रोने के बीच में परमेश्वर के दास उसको बोलने लगा कि मत रो, हालेलुया जो बात है वो बोल दो. അതിനിടയിൽ ഇദ്ദേഹം പറഞ്ഞാണ്, എന്തോ പറയാനാ പാസ്റ്ററേ. उसके बीच में उन्होंने बोलने लगा, पास्टर जी क्या बोलूं मैं. 3 മാസം അധികമായി മര്യാദക്ക് ഉറങ്ങിയിട്ട്. हालेलुया 3 महीने से अधिक हो गए अच्छे से सुनने. ഞാൻ ഇതിനുവേണ്ടി തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളിങ്ങനെ ഞാൻ തിരിച്ചു പോകുമ്പോഴും എന്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം, ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. हालेलुया हालेलुया उनके हाथ पे सर पर हाथ रखकर प्रार्थना करके जाते समय परमेश्वर के दास ने यही सोचा, इतना बड़ा सेटअप नहीं तो भी हालेलुया स्वस्थता से सोने के लिए होता है. അപ്പൊ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ യോഗത്തിലിരുന്ന് ഉറങ്ങുന്നവരെ ആരും ബുദ്ധിമുട്ടിക്കുന്നു. हालेलुया इस घटना होने के बाद हालेलुया आराधना के आके सोने वाले ബുദ്ധിമുട്ടിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഉറങ്ങുന്നത് കാണുമ്പോൾ എനിക്കൊരു സ്വസ്ഥത. हालेलुया ऐसा नहीं है, सोने के समय परमेश्वर के दास को थोड़ा स्वस्थता. സൗണ്ടും ഇതിപ്പോ സൗണ്ട് ഇച്ചിരി കുറവാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ നെഞ്ചത്തോട്ട് 15,000 വാട്സ് സൗണ്ട് ഒക്കെ അടിച്ചങ്ങോട്ട് അതിന്റെ നടുവിൽ ഇരുന്ന് ഉറങ്ങണമെങ്കിൽ हालेलुया അതൊരു കൃപ തന്നെയല്ലേ. देखो मीटिंग के बीच में आके इतना आवाज के बीच में सोने का बोलोगे एक अलग कृपा है. ഉറക്കം കൂടി എടുത്തിട്ട് പോലും പല ഉറങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ ഉറങ്ങുന്നു. അവരെ വിളിച്ചൊന്നും ഉണർത്തരുത്. പക്ഷെ നിങ്ങൾ ഉണരുമ്പോഴെങ്കിലും ആ കാര്യം ഉയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞു. കർത്താവ് സ്വസ്ഥത തന്നതുകൊണ്ടായി ഉറങ്ങാൻ പറ്റുന്നത്. देखो नींद का गोली खा के भी कई लोग नहीं सोता है, लेकिन यहाँ पर आकर एकदम स्वस्थता से लोग सोता है. लेकिन इसके बाद में तुम लोग इधर हालेलुया बोलते हैं. ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയാം? സ്വസ്ഥത കിട്ടിയതാണ്. हालेलुया हमारे जीवन में जो मिला बड़ा धन यही है कि स्वस्थता जीवन में मिला. സ്വസ്ഥതയാ കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. कितना बड़ा समाधान परमेश्वर ने हमारे जीवन में दिया. उन्होंने बोला है कि समाधान में दे रहे. സമാധാനം എന്ന് പറഞ്ഞ കാര്യം കമ്പനി നടത്തുന്നവർക്കൊക്കെ അറിയാം. ചൈന സാധനം അല്ല, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ. കാര്യം ലോകത്ത് തരുന്ന സമാധാനം ഉണ്ടല്ലോ, ഇനി മദ്യപാനമാണേലും എന്ത് പരിപാടിയാണെങ്കിലും അതിനെല്ലാം ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഒറിജിനൽ സമാധാനം കിട്ടിയൊരു കൂട്ടം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ समाधान मिला हुआ एक ढूंढ है तो यहाँ पर आराधना करने वाला हमारा जीवन में सही समाधान. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് പറയുന്ന അടുത്ത ദിവസങ്ങളിൽ കർത്താവ് മരിക്കാൻ പോവാ. देखो मेरे समाधान तुम्हें देता हूँ कर बोलते बोलते आगे के दिन में वो मरने जा रहा है. മരണം മുമ്പിൽ നിൽക്കുമ്പോഴും സ്വസ്ഥതയായ എന്റെ ഹൃദയത്തിനകത്തെന്ന് പറയുന്നെങ്കിൽ അതേ സമാധാനമാണ് നമ്മുടെ അകത്ത് ദൈവം തന്നതെങ്കിൽ നാളത്തെ ഓർത്ത് ആരും ഭാരപ്പെടരുത്. ആ നിത്യ സമാധാനത്താൽ നമ്മെ നിറച്ച ദൈവത്തിന്റെ സ്നേഹം ഓർത്ത് ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ അല്പസമയം ദൈവത്തിന് സ്വന്തം समाधान में तुम्हें देता हूँ परमेश्वर ने बोला है. तो हालेलुया कष्ट के बीच में भी स्तुति करने के लिए हो रहे तो परमेश्वर के सन्निधि में आनंद करना. ഞാൻ ഇത് പറയുമ്പോഴും ഈ പറയാൻ പോകുന്ന കാര്യം ഗൗരവത്തോടെ കേൾക്കണം. गौरव रीति में आप लोग ये बात सुनना ഈ है. കർത്താവ് നമുക്ക് തന്നൊരു വലിയ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് നദി പോലെ സമാധാനം തരുമെന്ന്. എങ്ങനെ? हालेलुया नदी के നദി പോലെ സമാധാനം തരും. परमेश्वर ने यही वायदा किया कि नदी बोलता है उसी समान तुम्हारे जीवन में ഞാൻ समाधान. എന്തായാലും സ്ഥാപിച്ചോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറയും, നമ്മുടെ പിതാക്കന്മാർക്ക് ഇഷ്ടം പോലുള്ള സാധനമായിരുന്നു ഇത്. ഏത് സമാധാനം. വലിയ കാശൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഈ സാധനം ഉണ്ടായിരുന്നു. ഏത് സമാധാനം. പക്ഷെ ഞാനിപ്പോ മനസ്സിലാക്കിയിട്ട് അറിയോ, പെന്തക്കോസുകാരന്റെ വീട്ടിൽ പല വീട്ടിലും സ്വസ്ഥതയില്ല. देखो पुराना गुजरे लोगों के जीवन में समाधान बहुत सारे मिलता था, लेकिन आजकल के जमाने में पेंतकोस्त कलीसिया वाले लोगों के घर के अंदर समाधान नहीं है. ഡിവോഴ്സ് അങ്ങനെ കേൾക്കാനുണ്ടായിരുന്നു. हालेलुया डिवोर्स कई घर में പണ്ട് പെന്തക്കോസുകാരുടെ കേൾക്കാനുള്ള സാധനമായിരുന്നു ഇത്. പക്ഷേ ഇന്ന് ഡിവോഴ്സ്, കുടുംബ കലഹം, പിള്ളേര് വഴിവഴിച്ചു പോകും. ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇത് എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? आजकल के स्वस्थता नहीं है. उस अवस्था क्यों घर के अंदर आता है? बच्चे लोग सही तरह से सुनता नहीं है, डिवोर्स आता है, ये सारे बात क्यों आता है? ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട യെരൂശലേമിനെ നോക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞു, യെരൂശലേമേ നിന്റെ സമാധാനത്തിനുള്ള വഴി
നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. यरूशलेम को देख के परमेश्वर ने बोलने लगा है कि यरूशलेम तुम्हारे समाधान के लिए रास्ता में तुम ढूंढने का तो अच्छा रहता. കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുമ്പോൾ हालेलुया एक हालेलुया मुर्गी उसके बच्चों को पंखों के तले जैसे संभालता है മറയ്ക്കാൻ എനിക്ക് മനസ്സായിരുന്നു. हालेलुया तुम्हें छिपाने के लिए मुझे पसंद था പക്ഷെ നിനക്ക് മനസ്സായില്ല. लेकिन तुम्हें पसंद नहीं था. എല്ലാവരും കേൾക്കേണ്ട ഒരു ദൂതാണ്. सभी लोग ये बात सुनना है. കോഴിക്കുഞ്ഞിന്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എവിടെയാണെന്നറിയാം? हालेलुया मुर्गी के बच्चों को संरक्षण कहां से मिलता है? തട്ടപ്പുറമല്ല, हालेलुया भीत के ऊपर नहीं है, അടുക്കളയല്ല, हालेलुया किचन में नहीं है, തള്ളക്കോഴിയുടെ ചിറകിന്റെ കീഴിലാണ്. हालेलुया मुर्गी के पंखों के पीछे है. കാലിഫോർണിയയിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടുതീ പടർന്നു. അത് കഴിഞ്ഞപ്പോൾ കാണാം ഒരു കോഴി, തള്ളക്കോഴി കത്തിയിരിക്കും. അതിനെ പൊക്കിയെടുത്തപ്പോ ജീവനോടെ 3 കുഞ്ഞുങ്ങൾ. हालेलुया एक मुर्गी हालेलुया जलने के बाद उनको उठा के देते समय बच्चे 3 उसके जिंदा है. പക്ഷേ ഈ കോഴിക്കുഞ്ഞ് പറയാണ് എനിക്ക് ഇതൊന്നും വേണ്ട എന്നും പറഞ്ഞ് നാട് നീളെ കറങ്ങി നടന്നാലേ ശത്രു കൊത്തിക്കൊണ്ട് പോയാൽ തള്ളയല്ല ഉത്തരവാദി. हालेलुया ये मुर्गी के बच्चे बोल रहा है मुझे ये कुछ भी नहीं चाहिए. पंखों के नीचे से तुम उतर कर इधर उधर जाने के बाद कोई चिड़िया कर तुम्हें उठा कर लेके गया तो मामी उसकी जिम्मेदार नहीं है. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പാസ്റ്റർ പറഞ്ഞു. हालेलुया हमारे ചേർത്ത് പറയാണ് പിള്ളേരെ ദൈവസാന്നിധ്യത്തിൽ കൊണ്ട് നിർത്തണം. हालेलुया बच्चों को परमेश्वर के सन्निधि में लेकर आकर बिठाना है. ഇവരെ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഏത് പേര് പറഞ്ഞ് പുറത്തു പോയാലും ശത്രു റാഞ്ചിയാൽ ദൈവം ഉത്തരവാദി അല്ല. हालेलुया ये परमेश्वर के सन्निधि में से चले जाएगा तो शत्रु उसको लेके गया तो परमेश्वर कोई जिम्मेदार नहीं है. കഴിഞ്ഞ രാത്രിയിലും ഇന്ന് പകലും ഇന്ന് രാത്രിയിലും പറഞ്ഞ ദൂത് സമന്വയിച്ചോണ്ടൊരു ദൂത് പറയാണ് ഇവിടെയുള്ള തലമുറകളുടെ മേൽ ശത്രുവിന് നോട്ടമുണ്ട്. हालेलुया पिछले दिनों में जैसा कहा उसी हालेलुया प्रचार के साथ ही साथ बोलता है कि यहाँ के जो बच्चे हैं उनके ऊपर शैतान ने हालेलुया नजर रखा हुआ है. അപകടകരമായത് സംഭവിക്കാതിരിക്കാൻ അവരെ രക്തത്തിന്റെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാൻ അമ്മമാര് പുറത്തു വരണം, പിതാക്കന്മാര് പുറത്തു വരണം, വല്യപ്പച്ചമാര് പുറത്തു വരണം, ദൈവസഭ പുറത്തു വരണം. തലമുറകളെ തകർത്ത് കളയാൻ പിശാച് ഒരുക്കുന്ന പദ്ധതികളെ ക്യാൻസൽ ചെയ്യാൻ നിയോഗമുള്ള അഭിഷേകമുള്ള ഒരു ജനറേഷൻ പുറത്തു വരണം. ആത്മാവിനെ ഏറ്റെടുക്കാൻ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ അല്പസമയം ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചാൽ ആരാധിക്കാൻ കഴിയില്ലെങ്കിൽ ആത്മനിറവിൽ ഒരുമിച്ചത് ആരാധിച്ചാൽ തലമുറകളെ തകർത്ത് കളയാൻ പിശാച് ഒരുക്കുന്ന പദ്ധതികൾ ഭവനങ്ങൾക്ക് സ്വസ്ഥത ചിന്തിക്കുന്നു, ഭവനങ്ങൾക്ക് സമാധാനമില്ലാതാക്കുന്നു. ദുഷ്ടത്തിന്റെ അധികാരങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി തകരട്ടെ. ചെന്ന് കയറി പറഞ്ഞേക്കണം ദൈവം നിനക്ക് സമാധാനം. हालेलुया परमेश्वर ने बोलने लगा जाकर बोलना है परमेश्वर तुम मेरे जीवन में समाधान. നിങ്ങൾ പഠിക്കുന്നിടത്ത് പ്രവർത്തിക്കുന്നിടത്ത് സഹകരിക്കുന്നിടത്ത് ഇത് പറയുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? देखो आप लोग यहाँ पर भी है वहाँ पर इस बात बोलने के लिए कुछ സ്വസ്ഥത യേശു ഇല്ലാത്തവൻ വെളുക്കെ ചിരിക്കുന്നതേ ഉള്ളൂ, സ്വസ്ഥതയില്ല. यीशु जिसके जीवन में नहीं है वो हंसता है तो उनके जीवन में स्वस्थता नहीं रहती. മുഖത്ത് നോക്കിയിട്ട് പറയണം യേശു നിനക്ക് സമാധാനം. उनके चेहरे पर देखकर बोलना है समाधान परमेश्वर ने. 10:9 നിങ്ങൾ നോക്കിയ സമയം उसके 10 के 9 आयत. അപ്പൊ കഥ പറയാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന് യേശു നിങ്ങൾക്ക് സമാധാനം തരുമെന്ന് പറയണം. 10:9 हालेलुया 10 के 9 आयत പറയാണ് നിങ്ങൾ ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ പട്ടണത്തിലേക്ക് കയറുമ്പോൾ 7 രോഗിയെ കണ്ടാൽ കൈവച്ചേക്കണം. हालेलुया कोई भी हालेलुया बीमारियों को देखेगा तो उसको ऊपर हाथ लगाना है. മനസ്സിലായോ? കർത്താവ് സൗഖ്യം തന്നു. परमेश्वर छुटकारा देता है. ലളിതമായ കാര്യം എന്താണ്? രോഗിയെ കണ്ടാൽ നമ്മൾ സൗഖ്യം കൊടുക്കണ്ട, ചെയ്യേണ്ട കാര്യം എന്നാ? കൈവച്ചേക്കണം. कोई भी बीमार व्यक्ति को मिला तो उसको ऊपर हाथ लगाना. നിങ്ങൾ കൈവച്ചാൽ മതി, സൗഖ്യം ഞാൻ തരും. हालेलुया तुम लोग हाथ लगाना चंगाई में दूंगा. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് എഴുതിയത് ആരാണ്? हालेलुया हम लोग आपसे एक सवाल करते हैं ये लिखा हुआ कौन है? ലൂക്കോസ് ആരാ? हालेलुया लूकोस कौन है? പുള്ളിക്ക് രോഗിയെ കണ്ടാൽ മനസ്സിലാവും, രോഗത്തെ കണ്ടാൽ പിടിയിട്ടു. പക്ഷെ ഈ നിൽക്കുന്ന 70 സ്കൂളിന്റെ വരാതെ കണ്ടിട്ടില്ലല്ലോ, മെഡിക്കൽ സയൻസ് എന്താണെന്ന് പറയാറിയത്തില്ലല്ലോ. പക്ഷെ കർത്താവ് പറയാണ് പഠിത്തമൊന്നും വിഷയമല്ല, ഇവര് തൊട്ടേക്കണം.
हालेलुया। यहाँ पर कोई पढ़ाई की जरूरत नहीं है। हालेलुया। मिला तो हाथ लगाना है। കാര്യം കർത്താവ് പറഞ്ഞു വിട്ടത് ചുമ്മാതല്ല. देखो परमेश्वर ने जो भेजा है सही 9-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ശക്തിയും അധികാരത്തോടും കൂടി. हालेलुया। 9वां अध्याय हम लोग पढ़ना है शक्ति और अधिकार के साथ। എല്ലാവരും രാവിലെ മീറ്റിംഗിന് ഇത്രയും പേരില്ലായിരുന്നു. പക്ഷേ വരാത്തവരോടും കൂടെ പറയാണ് നമ്മൾ സാധാരണ വിശ്വാസി അല്ല. देखो हम एक साधारण विश्वासी नहीं है, ശക്തിയും അധികാരമുള്ള വിശ്വാസിയാണ്. शक्ति और अधिकार प्राप्त किया हुआ लोग। നമ്മുടെ അകത്ത് ആ വെളിപ്പാടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടാലും സൗഖ്യം വന്നിരിക്കും. हमारा दिल में अंदर प्रकटीकरण रहेगा तो हम लोग हाथ लगाए तो भी चंगाई है। വിശ്വാസത്തിന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പിടിക്കുന്നതാണ് ഈ മോഹമുണ്ട്. हालेलुया। അവള് തൊട്ടാലും സൗഖ്യം വന്നിരിക്കും. हालेलुया। बच्चे हाथ लगाए तो भी चंगाई में आ जाएगा। എന്റെ പിതാവ് ഒരു മിഷണറിയാണ്. परमेश्वर के दास के पिता एक मिशनरी है। അദ്ദേഹം ജീവിതത്തിൽ നല്ലൊരു ശതമാനവും ആദിവാസികളുടെ ഇടപെടൽ. हालेलुया। आदिवासी लोगों के बीच में उन्होंने सेवकाई कर रहा था। നോർത്ത് ഇന്ത്യയില് വർഷങ്ങളായിട്ട്. नॉर्थ इंडिया में सालों से പപ്പയ്ക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. वो उनको प्रचार करने के लिए नहीं आता है। പ്രസംഗിക്കാൻ അറിയത്തില്ല മാത്രമല്ല പുള്ളി ഭയങ്കര സ്ട്രെയിറ്റ് ആണ്. हालेलुया। प्रचार करने के लिए आता नहीं, उतना भी नहीं है, एकदम स्ट्रेट है। അപ്പൊ നാട്ടിൽ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. हाँ, गांव में आने के बाद प्रचार करने के लिए लोग नहीं। പ്രസംഗിച്ചാൽ പപ്പയുടെ പ്രശ്നം 10 പേരെ പുള്ളി പണക്കി. हाँ, प्रचार करने के बाद वो एकदम सादा सीधा बात कर रहा है। എന്റെ ചർച്ചയൊക്കെ 19 വർഷം പഴക്കമുള്ള ചർച്ച. हाँ, परमेश्वर के दास का कलीसिया एक 50 साल के पुराना है। അപ്പൊ ഈ പിന്നെ നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നടക്കണം. हाँ, ये प्रश्न सोल्व करने के लिए इन लोगों को तकलीफ है। നാട്ടിൽ വരുമ്പോഴേ ഞങ്ങൾ യോഗത്തിന് പോകുമ്പോൾ ഞാനും മമ്മിയോട് പറയും അപ്പൊ പ്രസംഗിക്കണ്ട, സാക്ഷ്യം പറഞ്ഞിട്ട് ഇരുന്നാ. गांव में आने के बाद पापा से बोलेंगे कि आप प्रचार मत करो, गवाही बोलकर പക്ഷെ बैठो। ഓരോ കൊണ്ടാലും സൂചന പറയും. लेकिन वो किसी को भी देखा तो समाचार बता അപ്പൊ दे। ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു ഓർത്തഡോക്സ് കുടുംബം. हाँ, परमेश्वर के दास के घर के बाजू में एक और ऑर्थोडॉक्स परिवार है। അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പെന്തക്കോസ്തുകാരെ ഇഷ്ടമല്ല, പാസ്റ്റർമാരെ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല. हालेलुया। उनका एक विषय यही है कि पेंतकोस्त कलीसिया वाले लोगों को पसंद नहीं है। അമ്പലത്തിൽ നിന്ന് വരുന്നവരെയും കയറ്റും, പക്ഷെ പെന്തക്കോസ്തുകാരെ കയറ്റത്തില്ല. मंदिर से आने वाले लोगों को लेगा, स्वीकार करेगा, लेकिन पेंतकोस्त वालों को അതുകൊണ്ട് नहीं। തന്നെ ആ വീട്ടുകാർ പോകത്തില്ല. इसलिए उस घर के अंदर कोई जाता भी नहीं। പപ്പയ്ക്കൊന്നും വിഷയമില്ലാത്തതുകൊണ്ട് ഒരു കഴിഞ്ഞ കുറെ നാൾ മുമ്പ് നാട്ടിൽ വന്ന സമയത്ത് നേരെ കയറി. हाँ, पापा को कोई बड़ा विषय नहीं, इसी के कारण वो उस घर में भी गया। അവിടുത്തെ അച്ഛന് 4 വർഷമായിട്ട് ഒരു ആക്സിഡന്റിന്റെ ബേസിൽ തളർന്നു. हालेलुया। उस घर के अंदर उसके भाई साहब 4 साल से एक एक्सीडेंट में हम कोर्ट में पड़ा है। കേറിട്ട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നു. हाँ, गुजर जाने के बाद बोलने लगा कि मैं प्रार्थना करूंगा। അവിടുത്തെ സഹോദരി പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല. हाँ, वो बहन ने बोलने लगा हम लोग प्रार्थना करेंगे तो नहीं सुनता। പെന്തക്കോസ്തുകാരോട് പ്രാർത്ഥിക്കണം. हाँ, पेंतकोस्त वाले लोग प्रार्थना मत करो। പപ്പ പറഞ്ഞു 4 വർഷത്തേക്ക് പ്രാർത്ഥിക്കുന്നത് നടന്നില്ലല്ലോ. हाँ, 4 साल प्रार्थना के अभी तक कुछ हो गया അപ്പൊ नहीं। ഞങ്ങൾ പ്രാർത്ഥിക്കും. अभी हम प्रार्थना അപ്പൊ करें। നമ്മളാണെങ്കിൽ അങ്ങനെ പോകും. हाँ, हम लोग रहता तो ऐसे ही चले പപ്പ जाते। 2 കൈ ഉയർത്തിയൊക്കെ പ്രാർത്ഥിച്ചു. हाँ, पापा 2 हाथ उठाकर प्रार्थना करने പോയപ്പോ लगे। നമ്പർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. हाँ, जाने के बाद नंबर लिख के दिया, जरूर करेगा तो ये नंबर पे फोन कर। നിയോഗം എന്നവണ്ണം പിറ്റേന്ന് രാവിലെ വിളിച്ചു. देखो नियोग ऐसा था कि सवेरे सवेरे उन्होंने बोला, പാസ്റ്റർ ഇന്ന് വൈകിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. हाँ पास्टर जी आज रात को जरा प्रार्थना करने के लिए आए। എന്നിട്ട് പറഞ്ഞു പാസ്റ്റർ പിന്നെ 2 ഡിമാൻഡ്, ഒന്ന് 8 മണി കഴിഞ്ഞിട്ട് വരാം രാത്രി, हाँ 2 डिमांड उन्होंने रखा, रात को 8 बजे के बाद आओ, ഒറ്റയ്ക്ക് വരാമോ, കാര്യം മനസ്സിലായോ अकेला आओ। എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം, ആരും അറിയും. हाँ, इसका मतलब आपको समझ में आया रहेगा, प्रार्थना भी करना है, कोई किसी को मालूम भी പക്ഷേ ഈ नहीं। അമ്മ ഭയപ്പെട്ടതിനേക്കാളും ഞങ്ങൾ പേടിച്ചു. हाँ, लेकिन जिस बहन जी ने जैसा डरा उससे भी बड़ा परमेश्वर के दास डर गया। ഞാൻ സമയത്ത് യുഎയിലേക്ക് പോയ ഒരു ടൈമാണ് ഒരാഴ്ച. उस समय परमेश्वर के दास यूए में गया था। അപ്പൊ എന്നെ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു മോനെ പപ്പ ഇന്ന് വൈകിട്ട് പോകുന്നുണ്ട്, പപ്പയുടെ സ്വഭാവം അറിയാലോ, പറഞ്ഞേക്കണം. हाँ, उस समय मम्मी ने फोन करके पास्टर को बोला है कि पापा से जरा बात करो। ഞാൻ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയതല്ലേ, പപ്പ പോയി വലിയ അന്യഭാഷ ഒന്നും പറയും, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് പോരുന്ന നല്ലത്. പപ്പ പറഞ്ഞ അന്യഭാഷ ഞാൻ പറയും. हाँ, उन्होंने कुछ बात उसको बताने लगा कि वहां पर जाके कोई अन्य भाषा मत बोलो कर बोला। उन्होंने बोलने लगा मैं अन्य भाषा बोलूंगा। പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. हाँ, उस समय परमेश्वर के दास को मालूम था बोलने से कोई ഒരു मतलब। മര്യാദ കാണിച്ചിട്ട് 8 മണി കഴിഞ്ഞാ പോയത്. 8 बजे के बाद गया। പക്ഷേ ഒരു 10 മിനിറ്റ് കൊണ്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു ഒരു പെന്തക്കോസ്തുകാരൻ 4 കയ്യടി അന്യഭാഷ. എല്ലാരും പറഞ്ഞു ഒരു പെന്തക്കോസ്തുകാരൻ. हालेलुया। सभी को मालूम पड़ा कि एक पेंतकोस्त कलीसिया वाला वहां पर आकर प्रार्थना कर। ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഒരു മിറക്കിൾ സംഭവിച്ചു. പിറ്റേന്ന് രാവിലെ ആന്റി വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റേ ഇന്നലെ രാത്രി എന്റെ അച്ഛന്റെ കാല് ചലിച്ചു. हालेलुया। लेकिन एक अद्भुत कार्य वहां पर आ गया। दूसरे दिन सवेरे वो बहन जी ने फोन कर बोलने लगा पास्टर जी मेरे हालेलुया पति के पैर हिलने लगा। അപ്പൊ പറഞ്ഞു ഇതല്ലേ ഞങ്ങൾ പറഞ്ഞേ, ഞങ്ങൾ വളർച്ച നടക്കുന്നു. हाँ, उन्होंने बोलने लगा है कि देखो हमने पहले से बोला था हम प्रार्थना किया तो ये हो जाएगा। അപ്പൊ ഈ ആന്റി പറയാണ് പാസ്റ്റർ ഇന്ന് വൈകിട്ട് വരൂ. ये आंटी ने पूछने लगा है कि आज शाम को भी आएंगे। ഉറപ്പ് വരും.
हालेलुया जरूर आएंगे। അതേപോലെ അവരൊരു ഔദാര്യം കൂടെ കാട്ടി തന്നെ വരണ്ട, അമ്മയോടെ വിടാം. उस समय वो बोलने लगा कि सिस्टर को भी लेके आओ। ഇങ്ങനെ ഔദാര്യം കാണിച്ചെങ്കിലും പപ്പ കാണിച്ചിട്ട് കടന്നയായി. हाँ ऐसा बोल रहे तो भी पापा ने और कुछ ഞങ്ങളുടെ ആ ഒരു ലൈനിൽ മൊത്തം ഒരു 5-6 ബന്ധക്കോസുകാരുണ്ട്. ആ കുടുംബങ്ങളെല്ലാം കൂടെ കൂട്ടി 10-25 അങ്ങ് പോയി. उसका घर के आजू बाजू के सभी लोगों को लेकर उनके घर में गया। നടന്ന അത്ഭുതം ഞാൻ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ആഴ്ച 3 ദിവസം കൊണ്ട് മീറ്റിംഗ്. ഇവരുടെ വീട്ടിൽ എന്നും പാട്ട്, എന്നും പ്രാർത്ഥന. പക്ഷെ 16ാമത്തെ ദിവസം ഈ മനുഷ്യൻ എഴുന്നേറ്റു. वहां पर एक चमत्कार हो गया कि 16वां दिन उस आदमी उठ गया। ആ കുടുംബം എന്നും മര്യാദയ്ക്ക് ആത്മാവി ദൈവത്തെ ആരാധിച്ചു. देखो आज उस आत्मा में परमेश्वर को आराधना कर रहा है। നമ്മൾ ഈ പരിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഈ പരിജ്ഞാനക്കാർക്ക് പലർക്കും ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതിന്റെ കാര്യം ആ പകർന്ന ശക്തിയും അധികാരവും തിരിച്ചറിയുന്നു. परमेश्वर से हुआ पर शक्ति को हमारे जीवन में हमको रखना है। എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറും ബ്രദർ ശൈലിക്കാരല്ല. देखो ब्रदर शैली में आराधना करने നമ്മൾ वाले അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. अद्भुत में विश्वास നമ്മൾ അടയാളങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. चिन्हों में विश्वास നമ്മൾ വീര്യപ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. कार्यों में विश्वास ഇന്ന് രാത്രിയിൽ ഇത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് സൗഖ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. हालेलुया। आज रात को आराधना करते समय ये होने वाला है। പ്രാർത്ഥിച്ചോണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ശരീരത്തിനകത്ത് സൗഖ്യം വ്യാപരിക്കും. हालेलुया। आप लोग प्रार्थना करते समय शरीर में चमत्कार हो ദൈവം जाएगा। വ്യാപരിച്ചിരിക്കും. हालेलुया। ദൈവ പ്രവൃത്തി വ്യാപരിച്ചിരിക്കും. परमेश्वर का कार्य हो जाएगा। ആത്മാവിൽ അത് വിശ്വസിക്കുന്നു. ആത്മാവിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. करने वाला मिलकर आराधना करेंगे। സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചതിനാൽ എല്ലാ വേദനയും അവൻ ചുമന്ന കൈവച്ച അവർക്ക് സൗകര്യം. बीमारियों को हाथ लगा के छुटकारा मिलेगा। സമാധാന സന്ദേശം പറയണം. समाधान के संदेश दो। രോഗിയുടെ സൗഖ്യം. बीमारों को छुटकारा मिला। 10:9 പറയാണ്, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ച് വന്നിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, സമീപിച്ച് വന്നിരിക്കുന്നു എന്ന് പറയണം. हालेलुया। 10:9 में लिखा है कि वहां परमेश्वर तुम्हारे करीब है कर तुमको बोलना है। ഒരു എക്സ്ക്യൂസ് ഇല്ലാത്ത കാര്യം ഞാൻ പറയാം. പ്രസംഗിക്കാനാണ് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പറയാം, എന്റെ പാസ്റ്ററെ നീ പ്രസംഗിക്കാൻ അറിയത്തില്ല. देखो प्रचार करने के लिए बोलता रहता तो शायद हम लोग बोलता था वो परमेश्वर हमें പക്ഷെ കർത്താവ് പറഞ്ഞത് പ്രസംഗിക്കാനല്ല. देखो परमेश्वर ने बोला प्रचार मत करो। എന്താ പറഞ്ഞത്? क्या बोला है? ദൈവം സമീപിക്കുന്നത് स्वर्ग के राज्य समीप आ गए, പറയണം. उसके बारे में बताना है। പറയാൻ പ്രസംഗക്കുറിപ്പ് വേണ്ട, हालेलुया। बचाने के लिए प्रचार करने की कोई कृपा की जरूरत नहीं, നാവ് മതി. जीभ से बोल सकता है। പക്ഷെ നമ്മൾ പറയുന്നത് വലിയ ഈസിയാന്ന് വിചാരിക്കും. हालेलुया। कोई तकलीफ की बात ये बोल പക്ഷെ പറയേണ്ടത് എന്തോന്നറിയോ? देखो जो बोलना है क्या है मालूम है क्या? ദൈവരാജ്യം ഇത് പറയാൻ വലിയ പാടാ. हालेलुया। परमेश्वर के राज्य निकट है कर बोलने के लिए वो तकलीफ होता है। പൂർണ്ണമായിട്ട് പറയണം, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ मानव മാസപ്പെടും. അതാർക്കും ഇഷ്ടമല്ല. इस बारे में बोला तो किसी को पसंद नहीं आता। അപ്പൊ ഇത് പറയുമ്പോൾ പിണങ്ങും. हालेलुया। ये बोलने से गुस्सा आता അപ്പൊ है। പിണക്കം നോക്കാതെ പറയണം. हालेलुया। गुस्सा ना देखते हुए बोलना है। എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നാവിൽ, ഇന്നലെ ഞാൻ പറഞ്ഞത് നാവിന് തരുന്നത് പിടിച്ചു പറഞ്ഞാൽ देखो प्रियो, हालेलुया। परमेश्वर ने जो जीव में देता है वही प्रचार करना है। ഞാൻ പറഞ്ഞത് എന്റെ അനുഭവം. देखो परमेश्वर के दास उनके अनुभव बताए। ഞാനൊരു ഇന്നലെ പറഞ്ഞ പോലെ ഇൻബിൽറ്റ് പ്രീച്ചറല്ലേ, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഒരു കഴിവും എനിക്കില്ല. हालेलुया। उनके जीवन में प्रचार करने के लिए नहीं आता था, कोई खूबी उनके जीवन में नहीं था। സെമിനാരി പഠിച്ചിട്ട് പുറത്തിറങ്ങിയ ഐ വാസ് ദ ലീസ്റ്റ്. हालेलुया। पर सेमिनारी में पढ़ाई करने के बाद उन्होंने लिस्ट में आ गया। അപ്പം ഞാൻ ചർച്ചിലൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ സമയം തന്നിട്ടുണ്ടല്ലോ. പാർഷ ഒരു അനുഭവം വെച്ചൊക്കെ തരും കഴിയുമ്പോഴേ സഭക്കാരെ എന്ന് പറയും, ഞാൻ കുറിച്ച് കൊടുക്കല്ലേ. അതിന്റെ കാര്യം എന്താ പറയാ, പറയാൻ അറിയത്തില്ല. देखो हालेलुया। सेमिनारी से आने के बाद कलीसिया में जाते समय कुछ बात बोलने के लिए मिलता है, बाद में गुजर लोगों को बोलता है आगे उस बच्चे को समय मत दे दो, कारण है कि बोलने के लिए दिया। വെപ്രാളം കൊണ്ട് ഞാൻ തെറ്റി. हालेलुया। जल्दीबाजी में गलत बात बोलता था। ഞാൻ ലളിതമാണ് അനുസരണം ഒന്നും ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയം പറഞ്ഞ ആളെ ഞാൻ തെറ്റിപ്പോയതാണ്. പരസ്യമായിട്ട് സഭായോഗത്തിൽ പ്രസംഗിക്കാൻ സമയം നമ്മൾ പറഞ്ഞ ബാക്കിയാണ്. हालेलुया। കാരണം ആ ഭയങ്കര ടെൻഷനാണ് പറയാൻ. प्रचार करने के लिए बहुत टेंशन उनके जीवन में था। അപ്പൊ ഞാൻ ഈ തെറ്റുകൾ പറയുന്നത് കൊണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ട് പറ. हाँ गलत प्रचार എഴുതി കാണാപ്പാടം പഠിച്ച് പറഞ്ഞപ്പോൾ തെറ്റിക്കും. लिखे हालेलुया। सीखने के बाद प्रचार करने के बाद में भी गलत जीवन में आता है। ഞാൻ ഈ വേദത്തിൽ എന്റെ പ്രായത്തോട് എന്നെക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരൊക്കെ കർത്താവിന് വേണ്ടി തിളങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും അത്രയൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ സമയം തന്നാൽ തെറ്റില്ല.
ഒരു അരമണിക്കൂർ പറയാനൊന്നും പറ്റിയിരുന്നെങ്കിൽ. हालेलुया कई बार परमेश्वर के दास यही सोचा है कि हालेलुया समय मिलते समय एक आधा घंटा सही रीति से बोलने के लिए कृपा परमेश्वर. 20 വർഷം മുമ്പുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. हालेलुया 20 साल पहले की बात नहीं बोल रहा. 7-8 വർഷം മുമ്പുള്ള കാര്യം. एक 7-8 साल पहले की बात कर. അപ്പോൾ ഒരിക്കലും ഒരു ദൈവദാസൻ എന്നെ ഒരു വീട്ടിൽ പ്രേരണ ഉണ്ട്. एक बार उनके जीवन में एक अनुभव ऐसा है कि भाई ने उसको देखते लगे. ഓക്കേ അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബിജു മുളവനാണ് നമ്മുടെ പാസ്റ്റർ വീട്ടിലാണ്. एक भाई साहब के घर में उसको लेकर गया. അപ്പോൾ ഈ ബിജു മുളവനെ പാസ്റ്റർ പുറകെ ഇരിക്കണം. ये वो पास्टर जी एकदम पीछे बैठा. അപ്പോൾ വീട്ടിലെ പ്രാർത്ഥനയാണ്. उनके घर के प्रार्थना. സാബു പാസ്റ്റർ സാബുച്ചാന്റെ ചർച്ചിൽ നേരത്തെ ഇരുന്ന ഒരു പാസ്റ്റർ രാജൻ ജോർജ് ഞങ്ങൾ നല്ല സ്നേഹമാണ്. हमारा कलीसिया में पहले जो एक पासवान था वो दोस्त था उनमें. അദ്ദേഹം പ്രസംഗിക്കാൻ പോയതിനിടെ എന്നെ ഇവിടെ കൊണ്ടുപോയി. उन्होंने प्रचार करने के लिए गया. उस समय उनको भी लेकर गया. അപ്പോൾ ഈ രാജൻ ജോർജ് പാസ്റ്റർ എനിക്കൊരു പണിയാണ്. हाँ उस पास्टर जी ने इसको एक काम दिया. പാസ്റ്റർ പറഞ്ഞു ഇവനെ സെമിനാരി പഠിച്ചിട്ട് വന്നാനാ കൊടുക്കാൻ പറഞ്ഞു 10 മിനിറ്റ് അവനെ. हाँ उन्होंने बोलने लगा ये सेमिनारी से आया है 10 मिनट प्रचार करने के लिए. 15 ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് എഴുതിയാൽ മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത ഞാൻ ഉടനെ സമയം തന്നു കഴിഞ്ഞാൽ എന്റെ ഗതി നിങ്ങൾ ചിന്തിച്ചാൽ. देखो लिखकर पढ़ाई कर कर बोलने के लिए नहीं आता है. उस समय तुरंत अवसर मिला तो बोलने के लिए कैसा होगा आप लोग तो सोच कर. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ വേർത്തോണ്ടിരിക്കുകയാണ്. हाँ उस समय खड़े रह के एक पसीना आने लगा. ഈ ബിജു മുളവനെ പാസ്റ്റർ പുറകെ ഒരു വരവോ. हाँ उस समय वो पासवान उधर से आने लगा. എന്നിട്ട് കയ്യെ പിടിച്ചിട്ടൊരു പറച്ചില്. हाँ उस समय हाथ में पकड़ कर बोलने लगा. ഇരുന്നു എന്നോട് പറഞ്ഞു മോനെ ഞാൻ പറയുന്നത് അതുപോലെ അങ്ങ് പറയാമെങ്കിൽ ഞാൻ പറയാം. हालेलुया उन्होंने बोलने लगा बेटे मैंने जैसा बोलता है ऐसा तुम बोलने तैयार रहेगा तो मैं बोलता हूँ. പക്ഷെ മുമ്പിൽ നിൽക്കുന്ന അച്ചാച്ചൻ ആരാന്ന് നോക്കരുത്. लेकिन सामने जो खड़े और रहने वाला व्यक्ति कौन है तुम मत देखो. കിട്ടാൻ പോകുന്ന എന്തോ നോക്കരുത്. जो मिलने वाला क्या है वो मत देखो. മുഖത്ത് നോക്കി അടിച്ചേക്കണം. चेहरे पर देख कर बोलना है. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊന്നും മനസ്സിലായില്ല പുള്ളി എന്തോ പറഞ്ഞു. सच्चाई में उस समय जो बोला है वो समझ में नहीं आया. പക്ഷെ അന്ന് രാത്രിയിൽ ഇത് എന്തുവാന്ന് അറിയാൻ വേണ്ടി ഞാനിരുന്ന് കരഞ്ഞ കരച്ചിൽ അന്ന് രാത്രി സ്വർഗം എന്റെ നാവെ ये जो बोला है उसका मतलब समझने के लिए उस रात में घुटने टेक रात कर बैठा है. हालेलुया वो उसका उत्तर परमेश्वर. എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവരാജ്യത്തിന്റെ സന്ദേശമാണെങ്കിൽ മറയില്ലാതെ മായമില്ലാതെ ആഡ് ചെയ്യാതെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞാൽ ഇന്നും നല്ല വേക്കൻസി കിടക്കാം. हालेलुया उस समय एक बात में समझ में है स्वर्ग के राज्य के वाणी एकदम सही रीति से सच्चाई रीति में प्रचार करेगा तो आज भी अवसर मिलता है. പറയരുത്. കറക്റ്റ് ദൈവരാജ്യം പറയണം. हालेलुया कोई तकलीफ वाला बात नहीं बोलना है. കറക്റ്റ് മാനസാന്തരം പറയണം. एकदम क्लियर मन फिराने के बारे में കയ്യടി കിട്ടത്തില്ല. वहां पर तालियां बजा അതിന് അംഗീകാരം കിട്ടത്തില്ല. कोई अंगीकार नहीं मिलेगा. അതിന് ആൾക്കാർ പിണങ്ങും. हालेलुया लोग हालेलुया गुस्सा कर പക്ഷെ जाएगा. അഭിമാനം എന്റെ കർത്താവ് അതാ പ്രസംഗിച്ചത്. हालेलुया लेकिन हमारा परमेश्वर यही प्रचार किया. യോഹന്നാൻ പ്രസംഗിച്ചതിനെ പേര് പാവപ്പെട്ടവനെ തലവെട്ടി. हालेलुया यूहन्ना ने प्रचार किया इसलिए शिरच्छेद किया. യേശു പ്രസംഗിച്ചു ക്രൂശിൽ കയറ്റി. हालेलुया यीशु ने प्रचार किया क्रूस पर बिठाया. പത്രോസ് പ്രസംഗിച്ചു തലകീഴായി. हालेलुया पौलुस ने प्रचार किया उसको मार डाला. പൗലോസ് പ്രസംഗിച്ചു തലവെട്ടി. हालेलुया पौलुस ने प्रचार किया उसका सर. ഗ്രാസേസിനെ പിള്ളാരെ പച്ചക്കിട്ട് കത്തിച്ചു. हालेलुया ग्रहाम से उसका पत्नी को जला दिया. പക്ഷെ എന്നും പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. लेकिन कुछ भी काम का तकलीफ नहीं हुई. ഇന്നും ഞങ്ങളെപ്പോലുള്ളവർ അത് തന്നെ പ്രസംഗിക്കും. देखो आज भी हम समान लोग ऐसे ही प्रचार करते हैं. ഭാഷ തലവെട്ടിയാല് സാമ്പാഷ തലവെട്ടിയാൽ എന്റെ തലവെട്ടിയാൽ ഞങ്ങളുടെ പിള്ളേര് ഇത് തന്നെ പ്രസംഗിക്കും. हालेलुया यहाँ पर बैठा हुआ पासवान लोगों के सर छेद करेगा तो भी हमारे बच्चे प्रचार करेंगे. മാനസാന്തരപ്പെടാത്തവൻ നിത്യതയിൽ ചെല്ലത്തില്ലെന്നുള്ള ദൂത്. हालेलुया मन फिराने वाला नहीं हो गया तो आनंद काल की जिंदगी नहीं प्राप्त ഈ करेगा. സന്ദേശം പുറത്ത് പറയുന്നത് നിർത്തിയിട്ട് ഇനി കുറച്ച് കാലമെങ്കിലും പെന്തക്കോസ്ത് സഭകളിൽ പച്ചയ്ക്ക് വിളിച്ചു പറയണം. അച്ഛാ സഭയ്ക്കകത്ത് മെമ്പർഷിപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല, മാനസാന്തരം ഇല്ലാതെ വന്നിരുന്നാൽ നിത്യതയെ പോകത്തില്ലെന്ന് പറയണം. അച്ഛൻ പിണങ്ങും, അച്ഛൻ നമുക്കെതിരെ ആളിനെ കൂട്ടും. പക്ഷെ ഇതൊന്നും നമ്മൾ വകവെക്കരുത്. പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞേക്കണം. മാനസാന്തരം അല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കാനില്ല. हालेलुया मन फिराने की अवस्था के बारे में भागर प्रदान करने से आती के कलीसिया के अंदर पेंतकोस्त लोगों के बीच में चेहरे पर देख कर भाई लोगों के चेहरे पर देखकर प्रचार करने പ്രിയപ്പെട്ടവർ, IPC ഹെബ്രോൻ സഭയിൽ എല്ലാവരും കൂടെ തൂത്തുവാരി കൊണ്ടുപോകാനല്ല എന്റെ കർത്താവ് വരുന്നത്. ഇതിനകത്തൊരു കതിരുണ്ട്. ഇതിനകത്ത് വിശുദ്ധന്മാരുടെ കൂട്ടമുണ്ട്. ഹൃദയത്തിനകത്ത് പരിച്ഛേദന സംഭവിക്കാത്തവർക്ക് സംഭവിക്കണം എന്നുള്ള ദൂതാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രസംഗിക്കുന്നത്. അത് നെഞ്ചോട് ചതഞ്ഞെടുക്കാൻ കൃപ ലഭിച്ചവർക്ക് ദൈവത്തിന് സ്വന്തം. इस कलीसिया के सारे लोगों को लेके जाने के लिए नहीं है, पवित्र लोगों के झूठ को लेके जाने के लिए परमेश्वर आने वाला है. രാത്രിയിൽ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ദൈവം തൊടുന്നുണ്ട്. हालेलुया सारे दिन बोलते समय परमेश्वर की आत्मा किसको छूता है. കർത്താവേ, ഞാൻ ഞങ്ങളുടെ ശബ്ദമായിട്ട് മാറാം. ओ परमेश्वर में आपका आवाज ദൂതുവാഹിയായിട്ട് മാറാം. आपका आवाज बनाने वाला होने के लिए ആരുടെ മുഖത്ത് നോക്കിയാലും ദൂത് വിളിച്ചു പറഞ്ഞോളാം. രാത്രിയിൽ ഏറ്റെടുക്കാൻ കൃപയുള്ളവരുടെ हालेलुया आज रात നിയോഗത്തിന്റെ പുറപ്പ് സ്വർഗ്ഗം ഇന്ന് രാത്രി ഇടുക. योग
ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഇവർ തിരിച്ചു വരുമ്പം പറയുന്ന ആ റിപ്പോർട്ട് ഭയങ്കര രസകരമാണ്. ये जिम्मेदारी पूरा करने के बाद वापस आने के बाद रिपोर्ट പത്തിന്റെ 17 വാക്യം ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു. देखो देश की 17वां आयत में ये लोग खुशी से क्या बात ആ 70 പേര് അത് തന്നെ സന്തോഷം. 70 പേര് വിട്ടതും 70 പേര് ഇനി വന്നല്ലോ. देखो ये खुशी की बात है 70 लोगों को भेजा, ये 70 लोग वापस आया है. ഇവിടെ എല്ലാവരും ഉണ്ട്. തമാശകളൊക്കെ ചിന്തിച്ചാൽ മതി കേട്ടോ. കാര്യം മലയാളി ഭാഷമാരില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം നമ്മളായിരുന്നെങ്കിൽ 70 എണ്ണം പോയിട്ട് 2 എണ്ണം ചർച്ച കോഡ്, 10 എണ്ണം IPC, 2 ഷാർ, എന്തായാലും 35 മുറിയായിട്ടേ വരത്തുള്ളായിരുന്നു. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം 70 എണ്ണത്തെ പറഞ്ഞു വിട്ടപ്പോഴും 70 എണ്ണവും വന്നെന്നുള്ളത് ഒരു സന്തോഷം. देखो ये 70 लोगों को भेजा, 70 एक साथ वापस आया है, ये खुशी की बात है. അപ്പം ഈ സന്തോഷത്തോടെ മടങ്ങി വന്നതിന് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഏൽപ്പിച്ച ദൗത്യം അവർ ചെയ്തു. देखो 70 वापस आने के उसमें एक खुशी के बाद जिम्मेदारी पूरा किया. ഇവർ പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരുമ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവർ പോകാനാണ് പറയുന്നത്. देखो बच्चे लोग को एग्जाम को जाने के बाद लिख के आने के बाद उनके चेहरे देख के മൈൻഡ് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്റെ ഭാഷ ഇന്ന് പഴയ കാലം പോലെ എല്ലാവരും പഠിക്കും. സത്യമാണ്. ഇപ്പൊ എന്റെ ചർച്ചയിൽ തന്നെ ഒരു കുട്ടിക്ക് ഫുൾ A+ ഞാൻ നേരത്തെ ചെറിയ ചർച്ച. അപ്പൊ ഞാൻ ഈ സ്റ്റേജിലോട്ട് വിളിച്ച് നല്ല അവാർഡൊക്കെ കൊടുത്തു. പിറ്റേ ദിവസമായിട്ട് മൊത്തം സന്തോഷം. എന്നോട് ചോദിച്ചു, മോളെ നിന്റെ സ്കൂളിൽ എത്ര പേർക്ക് ഫുൾ A+? 70 എണ്ണം. ആകെ എത്ര എണ്ണം പരീക്ഷ എഴുതി? 90 പേരെ പരീക്ഷ എഴുതിയുള്ളൂ. 70 പേർക്കും ഫുൾ A+. നമ്മൾ 210 ഒപ്പിച്ച കാലം ഓർത്താണ്. हालेलुया. देखो आजकल के जमाने में बच्चे लोग सब अच्छे से पढ़ाई करता है. 90 लोग लिखा तो 70 लोग A+ खरीद के आता है. आजकल के जमाने ऐसा हो गया. ഇവർക്ക് കത്തത്തില്ല, നിങ്ങൾക്ക് കത്തും. हालेलुया. 210 ഒപ്പിച്ച് വരുന്നവരെ നീ കോപ്പി അടിച്ചാൽ അപ്പൊ 210 ഒപ്പിച്ച് വരുന്നവന്റെ മുഖത്തുള്ള സന്തോഷം കണ്ടോ? आमेन. हालेलुया. അങ്ങനത്തെ ഒരു ഹൈവേഴ്സുകാരനേക്കാൾ സന്തോഷം. കാര്യം അവൻ എന്തായാലും അത് ഒപ്പിച്ചു എന്നുള്ളൊരു ഉറപ്പാണ്. आमेन. അപ്പൊ ഞാൻ ഈ അക്കാഡമിക് രീതിയിൽ ഇത്രമാത്രം സന്തോഷം ഉണ്ടെങ്കിൽ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്യുമ്പോൾ എണ്ണോ സന്തോഷമായിരുന്നു. देखो पढ़ाई करते समय जीते समय खुशी आता है, परमेश्वर आते समय कैसा होगा? നമ്മൾ ഈ ഉപവാസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ പുറത്ത് പോയിട്ടുള്ളവർക്ക് ഇത് അറിയാം. പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. हालेलुया. 4 പേരോട് സുവിശേഷം പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ സന്തോഷം. देखो 4 लोगों को सुसमाचार बताने के बाद वापस आने में जो खुशियां है वो बहुत ഉപവാസത്തിനെ വിമർശിക്കുമല്ല, 40 ഇരുന്നാലും കിട്ടത്തില്ല. देखो वो 40 दिन में से भी नहीं मिलता. ഞാൻ നമ്മുടെ ആന്യമാരോടൊക്കെ പറയാറുണ്ട്, ഡിസ്കിന്റെ തേയ്മാനം എല്ലാം പോകും. 4 പേരോട് സുവിശേഷം പറഞ്ഞു കാര്യം അത് സന്തോഷം ഭയങ്കര വിടുതലാ. ഞാൻ തെരുവീതിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരെ കണ്ടു. എന്തോ കിട്ടി അവർക്ക് ആരെങ്കിലും പറഞ്ഞു എന്ത് കിട്ടിയിട്ടാ, പക്ഷെ അവർ നിർത്തത്തില്ല. കാര്യം അതിന്റെ ആവേശം ഭയങ്കരമാണ്. जो सड़क में हालेलुया परमेश्वर के वचन प्रचार करने वाले लोग, सुसमाचार बचाने वाला लोगों की खुशियां एक अलग रहता है. ഇത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, ഞാൻ കവലെ പ്രസംഗിച്ച് പഠിച്ച ആളാണ്. ഞാൻ പ്രസംഗിച്ച് പഠിച്ചപ്പോൾ മൈക്ക് എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. हालेलुया परमेश्वर के दास के जीवन में ऐसा एक्सपीरियंस है. നല്ല അസമയം പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോ ഈ കവല നിൽക്കുമ്പോൾ ഒരു ആവേശമാണ്. हालेलुया सड़क में लेकर प्रचार करने के लिए एक उत्साह जीवन में आता है. എന്റെ പപ്പയുടെ ഫീൽഡിൽ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് 16 കിലോമീറ്റർ കല്ലാണ്. ഇതിന് മണ്ടേ കൂടെ സൈക്കിൾ ഓടിക്കൊണ്ടാ പോട്ടെ. हालेलुया उनके पापा जो सेवकाई करता था उस जगह में एकदम पत्थर से भरा हुआ रास्ते से जाना चाहिए. പപ്പയ്ക്ക് എല്ലാം അല്പമുണ്ട്. ഹാർട്ടിന് പ്രശ്നമുണ്ട്, ക്രിയാറ്റിന്റെ പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ഈ സ്ഥലത്ത് പോയിട്ട് വരുമ്പോഴത്തേന് ഭയങ്കര ആവേശം. हाँ उनके जीवन में बहुत सारे बीमारियां हैं, लेकिन इस जगह पर जाकर प्रचार करके आते समय उनके जीवन में खुशी എനിക്ക് होता മനസ്സിലായ है. കാര്യം എന്താ, ഈ കർത്താവിനെ കുറിച്ച് പറയുമ്പോഴുള്ള സന്തോഷം. उसके मतलब ये है परमेश्वर के बारे में बताने के बाद जो खुशियां है. ഈ കൊട്ടാരക്കരക്കാരും അഞ്ചലുകാരും ആയിരക്കാരൊക്കെ ഇതിൽ പോകണമെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഭയങ്കര മനുഷ്യനുണ്ടായിരുന്നു, ഒരു രാജപുരം ഉപദേശി. പോയി അറിയാല്ലേ, ഒരു 2 വർഷം മുമ്പ് പുള്ളി പോയി. ഈ 5 വർഷം മുമ്പ് പുള്ളിക്ക് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. അത് പോയില്ല പുള്ളി. ആ അറ്റാക്ക് വന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കൊട്ടാരക്കരയുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്.
एक परमेश्वर के दास के जीवन में एक बीमार आया था, उसके जीवन में एक अटैक आ गया था। उस समय परमेश्वर के दास के घर के करीब में एक हॉस्पिटल में एडमिट हो ഈ गया। രാജപ്രദേശത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, ഒരു കവല കിട്ടിക്കഴിഞ്ഞാൽ 10 പേരിൽ അവിടെ നിന്നൊന്ന് പ്രസംഗിക്കും. उस परमेश्वर के भक्त दास 10 लोगों के एक जगह पे मिला तो वहां पर खड़े रह के प्रचार करेगा। സുരക്ഷാന്നുള്ള മനുഷ്യനാണ്. सुसमाचार की आत्मा उनके जीवन में അപ്പൊ था। ഞങ്ങളിങ്ങനെ കാണാൻ പോകുമ്പോൾ ആദ്യം ഡോക്ടറെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇവരുടെ അവസ്ഥ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ല, പറ്റുമെങ്കിൽ നാളെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാം. एक बार उनको देखने के लिए दवाखाने में जाने के बाद डॉक्टर से कुछ बात पूछा तो उन्होंने बोला कोई तकलीफ नहीं है, 2-3 ഈ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി അങ്ങോട്ട് രായപുരം ഉപദേശിയോട് പറഞ്ഞു, ഉപദേശം ഒരു പ്രശ്നമില്ല, നാളെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ മുഖം അങ്ങ് വാടി. इस बात उपदेश को बताने के लिए गया तो उनके चेहरे एकदम नीचे उतर എന്നെ गया। വിളിച്ചിട്ട് പറയാണ്, ഇന്നും നാളെ ഒന്നും ഡിസ്ചാർജ് ചെയ്യരുത്, 4 ദിവസം എന്നെ ഇവിടെ ഇടണം. उन्होंने बोलने लगा आज और कल मुझे डिस्चार्ज नहीं करना, 4 दिन ഹോസ്പിറ്റലാണ് സഹിക്കാൻ, ഇത് കിടക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽ. वो एक प्राइवेट हॉस्पिटल में है। അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ പറച്ചിലാ പറഞ്ഞേ. पास्टर जी आपने क्यों क्या ऐसा അപ്പൊ ഉടനെ പുള്ളി പറയാണ്, ഈ കിടക്കുന്ന 4 എണ്ണത്തെ ഇല്ലയോ ഓൾറെഡി പൊക്കി, उन्होंने बोलने ഇച്ചിരി लगा കട്ടിയായിരുന്നു, ഇളക്കി വെച്ചിരിക്കുകയാണ്, 4 ദിവസം കൂടെ ഉണ്ടെങ്കിൽ ഈ 6 എണ്ണത്തെ കൂടെ ഒരുമിച്ച് നമുക്ക് നേടാം. उन्होंने बोलने लगा आजू बाजू में वहां पर पड़ा हुआ 4 को सुसमाचार बता के उठा लिया है, और 2 दिन मिला तो और बाकी को भी उठा सकता है। ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, തോമസ് ലീഗയുടെ കാലം തൊട്ടേ ഞങ്ങൾ ഇതിനകത്താവേ എന്ന് പറയുന്നവൻ നാവ് തുറന്ന് യേശുവിനെ കുറിച്ച് പറയാതിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ബാർബറ സമുദായത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ അറ്റാക്ക് വന്ന അകത്ത് കിടക്കുമ്പോഴും ലക്ഷ്യം ബില്ലടയ്ക്കുന്നതല്ല, ലോകത്തിന്റെ സൗഖ്യമല്ല, അയാൾ ചിന്തിക്കുന്നത് ചാകുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടെ പൊക്കണമെന്ന്. देखो समाचार में बोलने वाले एक व्यक्ति के दिल के आशा के बारे में हालेलुया यही है कि वो एकदम गरीब व्यक्ति था, फिर भी हालेलुया आकर बोल रहा है हालेलुया यहाँ पर जो गिरा हुआ लोगों को परमेश्वर के പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ഒരു മെഴുകുതിരി കത്തി 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 രണ്ടാമത്തെ മെഴുകുതിരി ആവില്ല, മൂന്നാമത്തെ മെഴുകുതിരി ആവില്ല, കത്തി കത്തി തീരും. പക്ഷെ കത്തി തീരുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒക്കെ പ്രകാശമാകാൻ കഴിയും. हालेलुया एक बत्ती कैसा जलकर खराब हर पूरा होने के पहले किसी और को प्रकाश देने वाला बन गया तो ഞാൻ ഈ നോർത്ത് ഇന്ത്യയുടെ 2023 തൊട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. എൻ്റെ കാര്യം എന്താ ചോദിച്ചാൽ, പപ്പയെ സംബന്ധിച്ചിടത്തോളം പപ്പയ്ക്ക് വയ്യ. 2012-13 കാലഘട്ടങ്ങളിൽ പപ്പയെ തല്ലി തീർത്തതാണ്. പക്ഷെ അവിടുന്ന് പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, പപ്പ ഇനി പോലെ ചാടിപ്പോയി. हालेलुया 2012-13 साल में परमेश्वर के पापा का जो सेवकाई कर रहा था वहां के चार्ज इन्होंने ले लिया था। उस समय उन्होंने बोलने लगा कि आगे अभी वो आप प्रचार करने के लिए वहां पर मत जाओ कर 2011-16 കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ പപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു സാഹചര്യം വെച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ഈ സാഹചര്യം ഒരു കംഫർട്ട് സോൺ കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഒതുങ്ങി. 2011-16 सालों में से हालेलुया एक अच्छा समय मिला, इसलिए उन्होंने भी उनके पापा के साथ केरला में 2021 വീണ്ടും അപകടം. हालेलुया 2021 में उनके जीवन में कुछ एक्सीडेंट हुआ। 2023 വീണ്ടും स्ट्रोक. हालेलुया 2023 में स्ट्रोक आ गया। ഞാൻ പപ്പയെ വിളിച്ചോണ്ട് വരാൻ പോയതാ. हालेलुया पापा को बुलाकर जाने के लिए കിടക്കുന്നതിന്റെ ഇടയിലും പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ വരും. हालेलुया हालेलुया कोर्ट में लेटते समय भी बोला मैं मर गया तो मैं नहीं आऊंगा। കൊണ്ടേ പോത്തുള്ളൂ. हालेलुया बोलने लगा पापा को लेकर भी जाऊंगा। അവസാനം അപ്പൻ എന്റെ മുഖത്തോട് പറഞ്ഞൊരു വാചകം ഞാൻ അതുപോലെ പറയാം. हालेलुया पापा ने आखिरी में जो बोला वो शब्द आपके सामने बोलता है। പൊന്നു മോനെ, നിന്നെ കൊണ്ട് എന്തുവാടാ ദൈവത്തിന് ഗുണം. हालेलुया उन्होंने बोलने लगा कि मेरे बेटे तुम्हारे से क्या उपयोग है ഈ परमेश्वर। ബിജെപിയുടെ പ്രസിഡന്റ് ആണെന്നും പറഞ്ഞു 10 സ്റ്റേജിൽ കയറി പ്രസംഗിച്ചെന്നും പറഞ്ഞു നിന്നെ കൊണ്ട് കർത്താവിന് ഒരു നേട്ടവും. हालेलुया तुम पीएपी के प्रेसिडेंट के ना ही 4 स्टेज में प्रचार करने से परमेश्वर को कोई हालेलुया मतलब नहीं। നീ നശിച്ചു കിടക്കുന്ന നശിച്ചു പോകുന്ന ഇവരുടെ നേരെ നിനക്ക് കണ്ണില്ലെങ്കിൽ, हालेलुया नाश में गिरने वाले इन लोगों के सामने तुम्हारा नजर नहीं रहेगा तो ഈ സുവിശേഷം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വേറെ ആളില്ല. അതുകൊണ്ട് ഞാൻ ചത്താലും വരുന്നില്ല. इस सुसमाचार आगे लेके जाने के लिए और कोई है नहीं, इसलिए मरना भी नहीं എന്റെ आऊंगा। അപ്പനെ ആ മസിൽ പിടുത്തത്തിന് മുമ്പിലാണ് ഞാൻ സമർപ്പിച്ചത്. हालेलुया मेरे पापा ने जो बोला उसके सामने में परमेश्वर के दास എന്റെ समर्पित। പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ വിളിച്ചത് കൊട്ടിപ്പാടി പോകാനല്ല. हालेलुया प्रियो परमेश्वर ने हमें बुलाया है ताली बजाकर हाथ बजाकर जाने के ഒരു लिए। ദൗത്യം, വലിയൊരു ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട്. हालेलुया की बड़ा जिम्मेदारी हमारे सामने है। സമയം മുമ്പോട്ട് പോകുന്നല്ലോ. हालेलुया समय आगे जा रहे हैं। സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് ഇവരോട് പറഞ്ഞ റിപ്പോർട്ട് നമുക്ക് പ്രൊജക്ട് ചെയ്യും. हालेलुया हालेलुया वहां पर जाने के बाद 70 लोग आकर जो बताया रिपोर्ट സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് പറയാണ്, കർത്താവേ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. हालेलुया भूत हमारे सामने समर्पित होता है। എന്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞങ്ങളോട് പറയട്ടെ. हालेलुया हमारे दिल में जो आया वो एक बात നിങ്ങൾ പറഞ്ഞേ, സത്യം പറഞ്ഞ കർത്താവ് തിരിച്ചു വന്ന് പറഞ്ഞ റിപ്പോർട്ട് ഞാൻ
ഈ പറഞ്ഞത് എന്താണ്? देखो परमेश्वर ने आकर बोला हुआ उत्तर दिया उसके बाद ഭൂതങ്ങളെ ഞങ്ങൾക്ക് हालेलुया शैतान भी हमारे सामने उदमन आ गया। ഞാനൊരു പല പ്രാവശ്യം ചിന്തിച്ചു, കർത്താവ് ഇതിനല്ല പറഞ്ഞു വിട്ടെ. देखो कई बार ये सोचने परमेश्वर കർത്താവ് പറഞ്ഞു സമാധാനമില്ലാത്തവരുടെ മുഖത്ത് നോക്കി പറയണം യേശു നിങ്ങൾക്ക് സമാധാനം തരും. परमेश्वर ने बोलने लगा समाधान किसके ऊपर नहीं उनके चेहरे पर देख के बोलने തിരിച്ചു വന്ന് പറഞ്ഞ റിപ്പോർട്ട് അത് പറഞ്ഞു. देखो वापस आके ये रिपोर्ट बताए क्या കർത്താവ് പറഞ്ഞു രോഗിയെ സൗഖ്യമാക്കണം. परमेश्वर ने बोला कि चंगाई दे दो। പനി മാറിയ കള്ളവരോട് പറഞ്ഞു. हालेलुया से एक बात उन्होंने बोला नहीं है। കർത്താവ് പറഞ്ഞു ദൈവരാജ്യം വിളിച്ചു പറയണം. परमेश्वर के राज्य के बारे में प्रचार തിരിച്ചു പറഞ്ഞു വന്ന് പറഞ്ഞ റിപ്പോർട്ട് അത് പറഞ്ഞില്ല. हालेलुया वापस आकर रिपोर्ट ऐसा नहीं बोला है। എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പം കർത്താവ് ഇത് പറഞ്ഞത് ശരിയല്ലായിരുന്നെങ്കിൽ കർത്താവിന്റെ സ്വഭാവത്തിന് നിർത്താൻ പറയും. देखो ये जो बोला बात तो सही नहीं रहेगा तो परमेश्वर ने ഇതിനല്ലോടാ അങ്ങോട്ട് വിട്ടേ. बेटे इसके लिए नहीं तुम्हें छोड़ा है। പക്ഷെ അവര് വന്ന് പറഞ്ഞു കർത്താവെ ഭൂതങ്ങളെ ഞങ്ങൾ കീഴടക്കുന്നെന്ന് പറഞ്ഞപ്പോ हालेलुया കർത്താവ് പറഞ്ഞില്ല. കർത്താവ് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാനൊരു കാഴ്ച കണ്ടു. हालेलुया परमेश्वर ने तो बोलने लगा कि मैंने एक बात देखा ഞങ്ങൾ ഗ്രാമത്തിലേക്ക് കയറിയപ്പോ പട്ടണത്തിലേക്ക് കയറിയപ്പോ സാത്താൻ മിന്നൽ പോലെ നിലത്തു വീഴുന്ന കാഴ്ച ഞാൻ കണ്ടു. हालेलुया मैं शहर में जाते समय ये शैतान गिरने वाला अवस्था को मैं देखा है। പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. शैतान के सारे ताकतों को तोड़ने के लिए मैं तुम्हें अधिकार देता हूं। ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുന്നില്ല. कोई भी हानि तुम्हारे जीवन में नहीं होगा। ഞാനത് ആവശ്യത ദൈവത്തെ സൂചന കരുതുന്നു. हालेलुया इस बात सुनकर परमेश्वर को धन्यवाद അവര് किया। പറഞ്ഞ വാചകം ഇതാ, हमको बोलने वाला एक बात यही है നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ തയ്യാറായാൽ ये जिम्मेदारी लेकर आगे देने के लिए तुम लोग तैयार रहेगा। കാൽ ചവിട്ടുന്ന ഭവനത്തിനകത്ത് हालेलुया तुम पैर लगाने वाले उस परिवार के अंदर നൂറ്റാണ്ടുകളായി പ്രബലമായി നിൽക്കുന്ന ശത്രു വെട്ടേറ്റ് നിരത്തു വീഴും. हालेलुया कई सालों से खड़े रहने वाला शैतान गिर जाएगा। നിങ്ങളുടെ നേരെ തല ഉയർത്തി നിൽക്കുന്ന പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ അധികാരം തരും. तुम्हारे सामने खड़े रहने वाला सांपों को सर पर दया के लिए परमेश्वर നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്താൻ ദൈവം അനുവദിക്കില്ല. हमारे जीवन में कोई भी हानि देने के लिए ഇന്ന് परमेश्वर രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത് आज परमेश्वर की आत्मा बोलने वाले കേവലം ദൗത്യ നിർവഹണത്തിന് വേണ്ടി മാത്രമല്ല പുറത്തിറങ്ങാൻ പോകുന്നേ. हालेलुया केवल एक हालेलुया जिम्मेदारी निभाने के लिए नहीं है। ശത്രുവിനെ ചവിട്ടാനുള്ള അധികാരം ദൈവാത്മാവ് ദൈവസഭയ്ക്ക് ഇന്ന് പരാത്രി കൈമാറുകയാണ്. शैतान को हराने के लिए अधिकार परमेश्वर कलीसिया को देता है। ആത്മാവിൽ അത് ഏറ്റെടുക്കാൻ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കാൻ പോവാണ്. प्रार्थना करने वाला है। ഇന്ന് രാത്രി വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പറയാൻ. बहुत ही श्रद्धापूर्व आज रात को सुनना है। ഞാൻ ഈ വചനം സംശയം കേട്ടുകൊണ്ടിരിക്കുകയാണ്. हालेलुया इस प्रचार आप लोग सुन रहे എനിക്ക് हैं। കഴിവില്ല. हालेलुया मुझे कोई ताकत नहीं है। നിങ്ങളെല്ലാം കേൾക്കണം. हालेलुया बच्चे लोग सुनना, യൗവനക്കാരെല്ലാം കേൾക്കണം. नौजवान എന്റെ കൂട്ടുകാരെല്ലാം കേൾക്കണം. हालेलुया भाई लोग सब सुनना है। മാതാപിതാക്കൾ കേൾക്കണം. माता पिता लोग सुनना है। ഒരു കഴിവില്ല, हालेलुया कोई भी ഒരു जीवन में സാമർത്ഥ്യവുമില്ല. कोई भी सामर्थ्य जीवन में नहीं था। പക്ഷേ കർത്താവ് ചെയ്യുന്നത് എന്നെ സ്നേഹിച്ച സ്നേഹത്തിന് ഞാൻ ഒന്നും തിരികെ കൊടുത്തിട്ടില്ല. हालेलुया परमेश्वर ने मुझे जो प्रेम किया है उसके प्रति मैं उसको वापस कुछ भी नहीं दिया। എന്നെ സ്നേഹിച്ച സ്നേഹത്തിന് ഞാൻ ഒന്നും തിരികെ കൊടുത്തിട്ടില്ല. हालेलुया मुझे जो प्रेम किया उसको वापस मैं कुछ भी नहीं പക്ഷേ दिया। ഇന്ന് ലളിതമായിട്ട് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. ललित रीति में परमेश्वर के हाथ में मेरे से बात എന്റെ किया। കൂടെ പഠിക്കുന്നവര്, എന്നോട് സഹകരിക്കുന്നവര്, എന്റെ അയൽക്കാര്, അവരുടെ കുടുംബത്തിന് ഭവനത്തിനകത്ത് സ്വസ്ഥതയില്ലെന്ന് മനസ്സിലായ हालेलुया मेरे साथ में पढ़ाई करने वाला आजू बाजू में रहने वाला യേശു നിങ്ങൾക്ക് സമാധാനം തരും എന്ന് ഞാൻ പറയാം. यीशु समाधान देगा ये हमें बोल सकता है। രോഗിയായി ഭാരപ്പെടുന്ന ഒരാൾ എന്റെ മുമ്പിൽ വന്നാൽ हालेलुया बीमारी से तकलीफ होने वाला तुम्हारे सामने എനിക്ക് आए। മാന്ത്രിക ശക്തിയൊന്നുമില്ല, പക്ഷെ ഞാൻ കൈവച്ചോണം. हालेलुया कोई जादू की शक्ति मेरे जीवन में नहीं है लेकिन हाथ लगा സൗഖ്യം എന്റെ കർത്താവ് തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. संगाई मेरा परमेश्वर देगा ये ഈ ഒരു विश्वास। കാലഘട്ടത്തിൽ ദൈവത്തിന്റെ നാവായിട്ട് ഞാൻ മാറിപ്പോകും. हालेलुया इस जमाने में परमेश्वर के जीव के समान मैं रहूंगा। ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ हालेलुया സമർപ്പിക്കും. उस जिम्मेदारी निभाने के लिए मैं समर्पण कर रहा हूं। ഇന്ന് ഈ ദൂത് കേട്ടു, കർത്താവ് എന്നോട് സംസാരിക്കുകയായിരുന്നു, അതിൻ പ്രകാരം ഞാൻ ആ തീരുമാനമെടുക്കുന്നു എന്നുള്ളവർ മാത്രം കണ്ണുകളെല്ലാം അടഞ്ഞിരിക്കേണ്ട കാര്യം. हालेलुया इस आलोचना मैंने सुना है, इस वचन के सामने मैं समर्पण कर रहा हूं ये सोचने वाला